എല്ലാവർക്കും കെമിസ്ട്രി ടിപ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മൈക്രോബയോളജിയുടെ ബേസിക്സ് തൊട്ട് തുടങ്ങാം. ബേസിക് ആയിട്ട് നമ്മൾ മൈക്രോബയോളജിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് മൈക്രോബയോളജി എന്നുള്ളത് തന്നെയാണ്. എന്താണ് മൈക്രോബയോളജി? മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെ. അതായത് ഇതൊരു ഗ്രീക്ക് വേർഡാണ്. ഈ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ അതിൽ മൈക്രോ എന്നാൽ സ്മോൾ, ബയോസ് എന്നാൽ ലൈഫ്, ലോജിയ എന്ന് വെച്ചാൽ സ്റ്റഡി. അപ്പൊ എന്താ പറയാ? സ്റ്റഡി ഓഫ് സ്മോൾ ലൈഫ്, അതായത് സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ, നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് നേരെ കാണാൻ സാധ്യമല്ലാത്ത ജീവനുള്ള ഒബ്ജക്ട്സ്, അവയാണ് മൈക്രോ ഓർഗാനിസം. അപ്പൊ നമുക്ക് നേരിട്ട് കാണില്ല, പക്ഷെ അവരെ മൈക്രോസ്കോപ്പ് പോലുള്ള ഒബ്ജക്ട്സ് ഉപയോഗിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അവരെ കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോബയോളജിയിൽ സ്റ്റഡി ചെയ്യുന്ന ഇത്തരം വസ്തുക്കൾ ആരൊക്കെയാണ്? വൈറസ്, ബാക്ടീരിയ, പിന്നെ പലതരത്തിലുള്ള ആൽഗെ, ഫംഗൈ, പ്രോട്ടോസോവ, ഇവരെയൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് അല്ലെ. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോഴത്തേക്കും 1 മില്ലിമീറ്റർ താഴെ മാത്രം ഡയമീറ്റർ വരുന്ന ലിവിങ് ഒബ്ജക്ട്സ് ആണ് ഈ മൈക്രോ ഓർഗാനിസം. അവയെ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. പകരം ഏതെങ്കിലും മൈക്രോസ്കോപ്പ് പോലുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയുള്ളൂ അല്ലെ. അപ്പൊ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ മൈക്രോ ബയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺ പ്രൈമർലി വിത്ത് ഓർഗാനിസം ആൻഡ് ദ ഏജന്റ്സ് this smaller and the smaller. അപ്പൊ ഈ 1 മില്ലിമീറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞതിലും സൈസിലും കുറവ് സൈസുള്ള മൈക്രോ ഓർഗാനിസത്തിനെയും അതിന്റെ റിലേറ്റഡ് ഏജന്റ്സ്, അത് നമുക്ക് എന്താണ് ആ ഏജന്റ്സ് എന്ന് നോക്കാം. അതായത് ചില മൈക്രോ ഓർഗാനിസം, അതായത് നമ്മൾ ഈ പറഞ്ഞ ബാക്ടീരിയ, ആൽഗെ, ഫംഗൈ, പ്രോട്ടോസോവ, ഇവർക്കൊക്കെ ഒരു പർട്ടിക്കുലർ സെൽ എന്ന് പറയാനുണ്ട്. എന്നാൽ ചില ലിവിങ് ഒബ്ജക്ട്സ് അവർക്ക് സെല്ലായിട്ട് ഉണ്ടാവില്ല. അവരുടെ ബോഡിയിൽ പ്രോട്ടീനും ചില ന്യൂക്ലിക് ആസിഡ്സും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അവരൊരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ് വൈറസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി എന്നാൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസം ആണെന്ന്. എന്നാൽ ചിലവയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അത് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ്. അപ്പൊ അവര് മൾട്ടി സെല്ലുലർ, അതായത് 1-2 സെല്ല് ചേർന്ന് ഉണ്ടായതായിരിക്കാം. പക്ഷെ അവരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹയർ ഓർഗാനിസം ആയിട്ട് കണക്കാക്കാനും പറ്റില്ല. ഇനി നമ്മളെ ഈ മൈക്രോ ഓർഗാനിസത്തിൽ ഏറ്റവും താഴെ വരുന്ന ഓർഗാനിസം ആരാണ്? ബാക്ടീരിയ അല്ലെ. അപ്പൊ ഈ ബാക്ടീരിയയെ തന്നെ 2 ബാക്ടീരിയാസിന് നമുക്ക് വിത്തൗട്ട് മൈക്രോസ്കോപ്പ്, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധ്യമാകുന്നുണ്ട്. ആ ബാക്ടീരിയാസ് ആരൊക്കെയാണ്? തയോ മാർഗാരിറ്റയും എപ്പിലോപ്സിയം. തയോ മാർഗാരിറ്റയും എപ്പിലോപ്സിയം. ഈ 2 ബാക്ടീരിയാസിനെ നമുക്ക് മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് മൈക്രോ ഓർഗാനിസം എന്ന് കുറച്ചുകൂടി നോക്കാം. അപ്പോൾ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ they are defined as those organisms too small to be seen clearly by unaided eye. unaided eye എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാതെ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ ഓർഗാനിസം ആണ് മൈക്രോ ഓർഗാനിസം. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ഡയമീറ്റർ എത്രയിലും താഴെയാവണം? 1 മില്ലിമീറ്ററിലും താഴെയായിട്ട് സൈസുള്ള ഓർഗാനിസം ആയിരിക്കും ഇവര്. ഓഫൺ യൂണിസെല്ലുലർ, കൂടുതലും യൂണിസെല്ലുലർ ആണ്. ചിലവ നമുക്ക് മൾട്ടി സെല്ലുലാർ ആയിട്ട് കാണപ്പെടാം. പക്ഷെ അവർക്കൊരു ഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂസ്, അതായത് ഹയർ ലെവലിലേക്ക് അവർ പോയിട്ടില്ല. ഓക്കെ, ഇനി ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ഗ്രോ റാപ്പിഡ്ലി. അതായത് ഹയർ ഓർഗാനിസത്തിന് വേണ്ട സമയത്തിനേക്കാൾ ഏറ്റവും കുറഞ്ഞ സമയം മതി അവരുടെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഒരു സെല്ല് 2 ആവാനും 2, 4 ആവാനും അവർക്ക് വളരെ കുറഞ്ഞ സമയം മതി. അതായത് 20 മിനിറ്റോ 25 മിനിറ്റോ അങ്ങനെയൊക്കെ മതി. അപ്പോൾ മൈക്രോ ഓർഗാനിസം ഗ്രോ റാപ്പിഡ്ലി. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രത്യേകതകളിൽ പെടാത്തതേത് അല്ലെങ്കിൽ പെടുന്നതേത് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ ദേ ഗ്രോ റാപ്പിഡ്ലി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർഗാനിസം സംശയം അങ്ങനെ വരരുത്. മൈക്രോ ഓർഗാനിസത്തിനാണ് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യാനുള്ള കഴിവുള്ളത്.
ഇനി മൈക്രോബയോളജിയിൽ നമ്മൾ പറഞ്ഞത് സെല്ലുലാർ ഓർഗാനിസം എന്നൊക്കെ നമ്മൾ ലിവിങ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒപ്പം പറഞ്ഞു പോയതാണ് ചില ഏജൻസ്, മൈക്രോ ഓർഗാനിസമായിട്ട് റിലേറ്റ് ചെയ്ത ചില ഏജൻസ് എന്ന്. ആ ഏജൻസിനെയാണ് നമ്മൾ സെല്ലുലാർ ബയോളജിക്കൽ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു കൃത്യമായ ഒരു സെല്ലുലാർ ഓർഗനൈസേഷൻ, ഒരു സെൽ എന്ന് പറയാനില്ല, പക്ഷെ അവരിൽ എന്തൊക്കെയോ ഏജൻസ് ഉണ്ട്. അവർക്ക് ഇപ്പോൾ പാത്തജനായിട്ട് ആക്ട് ചെയ്യാനും ഒരു ഹോസ്റ്റ് സെല്ലിനെ അറ്റാക്ക് ചെയ്യാനും ഒക്കെയുള്ള കഴിവുണ്ട്. അത് ഈ ഹോസ്റ്റ് സെല്ലിലേക്ക് ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റ് അവർക്ക് കിട്ടുന്ന സമയത്ത്, ഒരു സാഹചര്യം ഒത്തുവരുമ്പോൾ അവർ ഹോസ്റ്റ് സെല്ലിലേക്ക് കയറുകയും അവരുടെ എന്താണോ അവർക്കുള്ള പ്രോട്ടീനാണോ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ആണോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള കഴിവ് അവയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ വൈറസസും സബ് വൈറൽ ഏജൻസ് എന്ന് പറയും. അത് നമുക്കിനി നോക്കാം. നമുക്കൊരു ഫ്ലോ ചാർട്ടായിട്ട് നമുക്കത് നോക്കാം. ഇനി ഇത്തരത്തിൽ നമ്മുടെ ലിവിങ് ഓബ്ജക്റ്റിനകത്ത് വരുന്ന മൈക്രോ ഓർഗാൻസ്, സെല്ലുലാർ മൈക്രോബ്സിനകത്ത് വരുന്ന ഒരാളാണ് സ്ലൈം മോൾഡ് എന്ന് പറയും. സ്ലൈം മോൾഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടിസ്റ്റിനെയും ഫംഗയും റിലേറ്റ് ചെയ്ത് രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് റിസംബിൾ ചെയ്തിട്ട് കാണുന്ന ഒരു തരം ഓർഗാൻസ് ആണ് സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ഈ ഒരു ഫിഗറിൽ നമുക്ക് മൈക്രോബയോളജിസ്റ്റ് സ്റ്റഡി ചെയ്യാൻ പോകുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ ആ ഒരു ലിവിങ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ബ്രോഡായിട്ട് എങ്ങനെ ക്ലാസ് ചെയ്തിരിക്കുന്നു? സെല്ലുലാർ എന്നും സെല്ലുലാർ എന്നും. സെല്ലുലാറിനകത്ത് ആരൊക്കെയാണ് വരുന്നത്? നമുക്ക് കോമൺ ആയിട്ട് പരിചയമുള്ള ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടിസ്റ്റ്, ആർക്കിയെ ഇങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾസും പറയുന്നുണ്ട്. അതിൽ പ്രോട്ടിസ്റ്റിനകത്താണ് ആൽഗെ, പ്രോട്ടോസോവ, സ്ലൈം മോൾഡ് ഇവരൊക്കെ വരുന്നത്. ഫംഗയ്ക്കകത്ത് വരുന്ന ആരൊക്കെയാണ്? മോൾഡ്സും ഈസ്റ്റും. രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഫംഗസിൽ വരുന്നത്. പിന്നെ ബാക്ടീരിയാസിന് എക്സാമ്പിൾ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന എസ്ചെറിഷ്യ കൊളൈ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ആർക്കിയെ എന്ന് പറയുമ്പോൾ എക്സ്ട്രീമോഫൈൽസ്, അതായത് ഹൈ നമുക്ക് സാധാരണ ഓർഗാനിസത്തിന് ലൈവ് ചെയ്യാൻ സാധ്യമല്ലാത്ത കണ്ടീഷൻസിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസംസ് ആണ് ആർക്കിയെ. അത് ബാക്ടീരിയയുടെ ഒരു വിഭാഗമാണ്. പക്ഷെ അവർക്ക് എന്തോ അവരുടെ സെൽ മെംബ്രെയിനിലും ഒക്കെ ഉള്ളൊരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കാരണം അവർക്ക് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും അല്ലെങ്കിൽ ലോവസ്റ്റ് ടെമ്പറേച്ചറിലും ഒക്കെ ജീവിക്കാനുള്ള കഴിവുണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് മെത്തനോജൻസ്. ഇനി നമ്മൾ സെല്ലുലാറിലേക്ക് വരികയാണ്. സെല്ലുലാർ ലിവിങ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആരാണ്? അത് നന്നായിട്ട് തന്നെ നോക്കണേ. വൈറസ്, വൈറോയിഡ്സ്, സാറ്റലൈറ്റ്സ്, പ്രിയോൺസ്. അപ്പോൾ വൈറസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? വൈറസിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിക് ആസിഡും അതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ടിങ്ങും ഉണ്ട്. എന്നാൽ വിറിയോയിഡ്സ് എന്താണ്? വൈറോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ന്യൂക്ലിക് ആസിഡ്, അത് മിക്കവാറും ഒരു സർക്കുലർ RNA ആയിരിക്കും. ഈ ഒരു സംഭവം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർ കൂടുതലായിട്ട് പ്ലാന്റ്സിനെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ സാറ്റലൈറ്റ്സിനകത്തും ഈ നമ്മൾ വൈറസിനെ പോലെ തന്നെ ഒരു ന്യൂക്ലിക് ആസിഡ് വിച്ച് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ പ്രോട്ടീൻ ഷെൽ, അതാണ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ അവരുടെ സെല്ലുലാർ ഓർഗനൈസേഷൻ അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോക്യാരിയോട്സ് എന്നും യൂക്യാരിയോട്സ് എന്നും. അതായത് അവരുടെ സെല്ലിന്റെ ഒരു ആർക്കിടെക്ചർ, ആ ഒരു സ്ട്രക്ചറൊക്കെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് അനുസരിച്ച് പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസത്തിനുള്ളിൽ തന്നെ പ്രോക്യാരിയോട്സ് എന്നും യൂക്യാരിയോട്സ് എന്നും രണ്ട് വിഭാഗങ്ങൾ ഉള്ളതായിട്ട് കണ്ടെത്തി. അതായത് ആ പേര് തന്നെയുണ്ട് പ്രോക്യാരിയോട്സ്, അതായത് പ്രിമിറ്റീവ് ആയിട്ടുള്ള, അതായത് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. വലിയ ഡെവലപ്മെന്റ്സ് ഒന്നുമില്ല. എന്നാൽ യൂക്യാരിയോട്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സെൽ ഓർഗനൈസേഷൻ ആയിരിക്കും അവർക്കുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. അതാണ് ഒരു പ്രോക്യാരിയോട്ട് എന്താണ്, യൂക്യാരിയോട്ട് എന്താണെന്നുള്ളത് ഒരു ബേസിക് ലെവൽ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നല്ല ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ന്യൂക്ലിയസിനുള്ള ഒരു ഡിഫറൻസ് ആണ്. പ്രോക്യാരിയോട്സിന് അവരുടെ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ടാവില്ല. അവരുടെ സെല്ലിൽ അങ്ങനെ ഒഴുകിക്കിടക്കുന്ന ഒരു ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന രൂപത്തിലാണ് അവരുടെ ന്യൂക്ലിയസ് ഉള്ളത്. നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ DNA അല്ലെ, അത് ഉണ്ടാവുക. ഇനി യൂക്യാരിയോട്സിനാണെങ്കിലോ യൂക്യാരിയോട്സിൽ
they not only have a membrane bound nucleus but also many other membrane bound organelles. അതും നമുക്ക് യൂക്കാരിയോട്സിൽ കാണാൻ സാധിക്കും. അപ്പം യൂക്കാരിയോട്സിൽ എന്താണ്, അവരുടെ ന്യൂക്ലിയസ് ഒരു നല്ലൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മറ്റ് സെൽ ഓർഗനൽസും മറ്റ് സെൽ പ്രോസസ് ഒക്കെ നടത്താനുള്ള ഓർഗനൽസിനും മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ദാറ്റ് സെപ്പറേറ്റ് സം സെല്ലുലാർ മെറ്റീരിയൽ ആൻഡ് പ്രോസസ്സസ് ഫ്രം അതേഴ്സ്. അപ്പൊ ഈ ഒരു ഫിഗറിൽ നമുക്ക് യൂക്കാരിയോട്ടിക് സെല്ലിനെയും പ്രോക്യാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഒരു സ്ട്രക്ചറിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, പ്രോക്യാരിയോട്സിനകത്ത് ആ ഒരു എന്താണ് DNA അല്ലെങ്കിൽ അവരുടെ ആ ന്യൂക്ലിയോയിഡ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ആ സൈറ്റോപ്ലാസത്തിൽ അങ്ങനെ ചിതറിക്കിടക്കുകയാണ്. എന്നാൽ നമ്മുടെ യൂക്കാരിയോട്സിൽ വരുമ്പോഴത്തേക്കും യൂക്കാരിയോട്ടിക് സെല്ലിലെ ആ DNA എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മെംബ്രെയിനകത്ത് എൻക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ പ്രോക്യാരിയോട്സിൽ അത്ര സെൽ ഓർഗനൽസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് പലതരത്തിലുള്ള ഓരോ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ റൈബോസോം അങ്ങനെയുള്ള പല ഓർഗനൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇനി കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ DNA ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് ഇവർക്ക് എന്താണ് പ്രോക്യാരിയോട്സിന് എന്തൊക്കെയുണ്ട്, സെൽ വാൾ തന്നിട്ടുണ്ട്, ക്യാപ്സ്യൂൾ തന്നിട്ടുണ്ട്, ഫ്ലജെല്ലം ഉണ്ട്. അപ്പോൾ ചില യൂക്കാരിയോട്സിന് ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പ്രോക്യാരിയോട്സും യൂക്കാരിയോട്സും തമ്മിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? പ്രോക്യാരിയോട്സിന് they lack membrane bound nucleus എന്നാൽ യൂക്കാരിയോട്സിന് they have membrane bound nucleus. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രോക്യാരിയോട്സിനകത്ത് ഉൾപ്പെടുന്ന മൈക്രോ ഓർഗാനിസം ആരൊക്കെയാണെന്ന് നോക്കാം. പ്രോക്യാരിയോട്സിൽ വരുന്നത് ബാക്ടീരിയയും ആർക്കിയയുമാണ്. ബാക്ടീരിയ പോലുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആണ് ആർക്കിയ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്ട്രീം ലെവലിൽ കണ്ടീഷനിലൊക്കെ താമസിക്കാൻ കഴിവുള്ള ബാക്ടീരിയാസ് ആണ് ഈ ആർക്കിയ എന്ന് പറയുന്നത്. ഇനി യൂക്കാരിയോട്സിൽ വരുന്ന ഓർഗാനിസം ആരൊക്കെയാണ്? ഫംഗൈ, ആൽഗെ, പ്രോട്ടോസോവ. ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഫംഗയും പ്രോട്ടോസോവയും ഒക്കെ യൂക്കാരിയോട്സ് ആണോ? അതെ. ഓക്കെ, അപ്പം പ്രോക്യാരിയോട്സിൽ വരുന്ന ആരൊക്കെയാണ്? ബാക്ടീരിയയും ആർക്കിയയും. യൂക്കാരിയോട്സിൽ വരുന്നതാണ് ഫംഗൈ, ആൽഗെ, പ്രോട്ടോസോവ. മനസ്സിലായില്ലേ? ഇനി അവരുടെ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അവരുടെ ന്യൂക്ലിയർ മെംബ്രെയിനിൽ ബൗണ്ടഡ് അല്ല പ്രോക്യാരിയോട്സിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എന്നാൽ യൂക്കാരിയോട്സിൽ അവർക്കൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ ക്രോമസോമിന്റെ എണ്ണം പറയുകയാണെങ്കിൽ പ്രോക്യാരിയോട്സിന് സിംഗിൾ ആയിട്ടുള്ള ഒരു സർക്കുലർ ക്രോമസോം മാത്രമായിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ യൂക്കാരിയോട്സിൽ വരുമ്പോൾ അവർക്ക് മോർ ദാൻ 1 ക്രോമസോംസ് കാണപ്പെടാറുണ്ട്. ഇനി പ്രോക്യാരിയോട്സിലും യൂക്കാരിയോട്സിലും ഹിസ്റ്റോണിന്റെ പ്രസൻസ്. ഹിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ക്രോമസോമില് തമ്മിൽ എന്താണ് കൂട്ടിച്ചേർത്ത് വെക്കാനുള്ള, അവരെ ബൗണ്ട് ചെയ്ത് ഇരിക്കാനുള്ള ഒരു തരം പ്രോട്ടീനാണ് ഹിസ്റ്റോൺ. അത് പ്രോക്യാരിയോട്സിന് ആവശ്യമില്ല, കാരണം അവർക്കൊരു ഒരു സർക്കുലർ ആയിട്ടുള്ള സിംഗിൾ ക്രോമസോമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ഹിസ്റ്റോൺസ് കാണപ്പെടാറില്ല. എന്നാൽ യൂക്കാരിയോട്സിൽ മോർ ദാൻ 1 ക്രോമസോം ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഹിസ്റ്റോൺസ് കാണപ്പെടാറുണ്ട്. ഇനി ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനൽ പ്രോക്യാരിയോട്സിൽ ആബ്സെന്റ് ആണ്, എന്നാൽ യൂക്കാരിയോട്സിൽ പ്രസന്റ് ആണ്. മനസ്സിലായില്ലേ ആ ന്യൂക്ലിയസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഇനി റൈബോസോംസിലേക്ക് വരികയാണ്. റൈബോസോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനൽ ആണ് റൈബോസോം. അത് പ്രോക്യാരിയോട്സിലും യൂക്കാരിയോട്സിലും എങ്ങനെയാണ്? പ്രോക്യാരിയോട്സിൽ 70S എന്ന റൈബോസോമാണ് കാണപ്പെടുന്നത്. എന്നാൽ യൂക്കാരിയോട്സിൽ 80S ആയിട്ടുള്ള റൈബോസോമാണുള്ളത്. അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് അവരെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പ്രോക്യാരിയോട്സിലെ പോലെ 70S റൈബോസോം കാണുന്നത് അതെവിടെയാണെന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും കാണുന്ന റൈബോസോംസ് 70S ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി മൈറ്റോകോൺട്രിയ പ്രോക്യാരിയോട്സിൽ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആണ്, എന്നാൽ യൂക്കാരിയോട്സിൽ മൈറ്റോകോൺട്രിയ പ്രസന്റ് ആണ്. ഇനി ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്ന സെൽ ഓർഗനൽ, ഇത് പ്രോക്യാരിയോട്സിൽ ആബ്സെന്റ് ആണ്, യൂക്കാരിയോട്സിൽ പ്രസന്റ് ആണ്. ഇനി സെൽ വാളിനും നമ്മുടെ ന്യൂക്ലിയസ് പോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പ്രോക്യാരിയോട്സിലാണ് സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ കാണപ്പെടുന്നത്, എന്നാൽ യൂക്കാരിയോട്സിൽ
ചിലവയിൽ മാത്രമേ സെൽ വാൾ ഉള്ളൂ. അത്തരത്തിൽ സെൽ വാൾ ഉള്ളതിൽ തന്നെ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കാണപ്പെടില്ല. അപ്പൊ അത് ബാക്ടീരിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു സംഭവം. ഇനി ഈ സെല്ലിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്നുള്ളത്. പ്രോകാരിയോട്സ് എന്തായിരിക്കും, യൂണിസെല്ലുലാർ ആയിരിക്കും. ഒരൊറ്റ സെല്ല് മാത്രമേ അവർക്ക് എല്ലാ പ്രോസസ്സിന് വേണ്ടി ഉണ്ടാവും. എന്നാൽ യൂകാരിയോട്സിൽ കൂടുതലും യൂണിസെല്ലുലാർ തന്നെയായിരിക്കും, എന്നാൽ ചിലത് മൾട്ടി സെല്ലുലാർ. നമ്മൾ മൈക്രോബയോളജി ആയിട്ട് റിലേറ്റഡ് ആണ് പറയുന്നത്. ഇനി ഹയർ ഓർഗാൻസം ആനിമൽസും പ്ലാന്റ്സ് ഒക്കെ യൂകാരിയോട്സിൽ വരുന്നതാണ്, അവർക്കൊക്കെ മൾട്ടി സെല്ലുലാർ തന്നെയാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ മൈക്രോബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ഫംഗൈ, ആൽഗെ, പ്രോട്ടോസോവ ഇവരെടുക്കുകയാണെങ്കിൽ കൂടുതലും യൂണിസെല്ലുലാർ, ചിലത് മൾട്ടി സെല്ലുലാർ. ഓക്കെ, ഡൗട്ട് വരല്ലേ അത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട പ്രോക്യാരിയോട്സും യൂകാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മൈക്രോബയോളജിയിലെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ നമ്മുടെ മൈക്രോബയോളജിക്ക് 2 പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ആണുള്ളത്. ഏതൊക്കെയാന്ന് വെച്ചാൽ പ്യൂർ മൈക്രോബയോളജിയും അപ്ലൈഡ് മൈക്രോബയോളജിയും. പ്യൂർ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗാനിസംസ് ഉണ്ടല്ലോ മൈക്രോബയോളജിയിലെ, ആരൊക്കെയാണ്, ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ, പിന്നെ വൈറസ്, ഇവയൊക്കെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഓരോ ബ്രാഞ്ചസ്, അതാണ് പ്യൂർ മൈക്രോബയോളജിയിൽ വരുന്നത്. ഇനി ഈ പ്യൂർ മൈക്രോബയോളജിയിൽ പെട്ട ഈ ഓർഗാനിസത്തിന് അപ്ലൈ ചെയ്തുകൊണ്ട് ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ടോ അതാണ് അപ്ലൈഡ് മൈക്രോബയോളജിയിൽ വരുന്നത്. നമുക്ക് ഓരോ ബ്രാഞ്ചായിട്ട് നോക്കാം. ആദ്യം പ്യൂർ മൈക്രോബയോളജിയിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. പ്യൂർ മൈക്രോബയോളജിയിൽ വരുന്നത് ഒന്ന് ബാക്ടീരിയോളജി, എന്താണ്, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. അടുത്തത് മൈക്കോളജിയും ഫൈക്കോളജിയും. അത് രണ്ടും മാറിപ്പോവാൻ സാധ്യതയുള്ളതാണ്, എക്സാമിന് ചോദിക്കുന്നതുമാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോട്ട് ചെയ്ത് തന്നെ നമ്മൾ കളർ വെച്ച് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കാം. മൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫംഗൈ, ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ ആൽഗെ. ആ ഒരു പ്രൊനൗൺസിയേഷൻ വരെ നമുക്ക് ഫൈക്കോളജി, ഫംഗൈ എന്ന് പറയാൻ തോന്നും, പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ചിലർക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ചിലർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നാൾ അതൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ കുറേ ദിവസം മൈൻഡിൽ ഇരിക്കുമ്പോൾ അതങ്ങ് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്റ്റഡിയാണ്, ഫംഗൈയുടെയും. ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ ആൽഗയെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഇനി ബാക്കിയുള്ളത് വൈറോളജി, എന്താണ്, സ്റ്റഡി ഓഫ് വൈറസ്. പ്രോട്ടോസുവോളജി, എന്താണ്, പ്രോട്ടോസോവയെ കുറിച്ചുള്ള സ്റ്റഡി. ഇമ്മ്യൂണോളജി, ഇമ്മ്യൂണോളജി നമ്മുടെ മൈക്രോബയോളജിക്ക് ഉള്ളിൽ വരുന്നതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അപ്ലൈഡ് മൈക്രോബയോളജി. അപ്ലൈഡ് മൈക്രോബയോളജിയിൽ കുറച്ചധികം ബ്രാഞ്ചസ് ഉണ്ട്. മെഡിക്കൽ മൈക്രോബയോളജി എന്തായിരിക്കും, ഡിസീസസിനെ കുറിച്ചുള്ളത് അല്ലെ, അതിന്റെ ഡിസീസിന്റെ കോസറ്റീവ് ഏജൻസിനെ കുറിച്ചും അവരുടെ ഡയഗ്നോസിസ് എങ്ങനെയാണ് ചെയ്യുന്നതിനും ആ പ്രൊസീജിയേഴ്സും അവരുടെ ഐഡന്റിഫിക്കേഷനും പിന്നെ പ്രിവെന്റിംഗ് മെഷേഴ്സും, ഇതൊക്കെയാണ് മെഡിക്കൽ മൈക്രോബയോളജിയിൽ പഠിക്കുന്നത്. അടുത്തത് അക്വാട്ടിക് മൈക്രോബയോളജി. അക്വാട്ടിക് അല്ലെങ്കിൽ വാട്ടർ മൈക്രോബയോളജി എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, പിന്നെ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി, അല്ലെങ്കിൽ ബയോളജിക്കൽ ഡീഗ്രഡേഷൻ ഓഫ് വേസ്റ്റ്, എക്കോളജി ഓഫ് വാട്ടർ, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, അത് ഡ്രിങ്കിങ് വാട്ടർ ആവാം, സീവേജ് ആവാം, പോണ്ട്, ഏത് തരത്തിലുള്ള അക്വാട്ടിക് ഏരിയയുടെ മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് അക്വാട്ടിക് മൈക്രോബയോളജി. അടുത്ത എയറോ മൈക്രോബയോളജി എന്തായിരിക്കും, എയർ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്പോയിലേജ്, കണ്ടാമിനേഷൻ, ഡിസെമിനേഷൻ ഓഫ് ഡിസീസ് ത്രൂ എയർ. ഓക്കെ, ത്രൂ എയർ എന്നും കൂടിയുണ്ട്. അടുത്തത് ഫുഡ് മൈക്രോബയോളജി, എന്താണ്, ഫുഡ് വഴി ഉണ്ടാകുന്ന ഫുഡ് ബോൺ ഡിസീസിനെ കുറിച്ചും ഫുഡ് പ്രിസർവേഷനെ കുറിച്ചും പ്രിപ്പറേഷനെ കുറിച്ചും ഫെർമെന്റേഷൻ, അതിനെക്കുറിച്ച് പറയുന്നതാണ് ഫുഡ് മൈക്രോബയോളജി. അടുത്ത അഗ്രികൾച്ചറൽ, എന്താണ്, സോയിൽ ഫെർട്ടിലിറ്റി, പ്ലാന്റ് ആൻഡ് ആനിമൽ ഡിസീസസ്, ഇതിനെക്കുറിച്ച്, അതായത് ആനിമൽസ് എന്ന് പറയുമ്പോൾ നമ്മളെ കാറ്റിൽസ്, അതൊക്കെ അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന ആനിമൽസ്, അപ്പൊ അതിനെ കുറിച്ചുള്ള ഡിസീസസ് അതൊക്കെ നോക്കുന്നതാണ് അഗ്രികൾച്ചർ മൈക്രോബയോളജി. ഇനി ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, അതൊരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ്. അവിടെ പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് മെഡിസിനൽ പ്രോഡക്ട്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ് ആൻഡ് വാക്സിൻ, പിന്നെ ഫെർമെന്റഡ് ബിവറേജസ്, ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഹോർമോൺസ് ബൈ ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈക്രോ ഓർഗാനിസം, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്
നമ്മൾ മനുഷ്യർക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നിർമ്മിച്ചെടുക്കുന്ന പ്രൊഡക്ഷൻ, അതാണ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ പറയുന്നത്. എന്തൊക്കെയാണ്? മെഡിസിനൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്, വാക്സിൻസ്, പിന്നെ ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ്, അതായത് ബിവറേജസും വരും, അതിൽ പിന്നെ നമ്മുടെ യോഗട്ട്, കേർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളും വരും. പിന്നെ കെമിക്കൽസ്, ആസിഡ്സ്, ആൽക്കഹോൾ, അതൊക്കെ. പിന്നെ പ്രോട്ടീൻസ് ആൻഡ് ഹോർമോൺസ്, അതൊക്കെ ആണ് പ്രധാനമായിട്ട് ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ബ്രാഞ്ചാണ് എക്സോ മൈക്രോബയോളജി. എക്സോ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ടർ സ്പേസിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഒക്കെ കുറിച്ച് പഠിക്കുന്നതാണ് എക്സോ മൈക്രോബയോളജി. പിന്നെ ജിയോ കെമിക്കൽ മൈക്രോബയോളജി എന്താണെന്ന് വെച്ചാൽ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ അങ്ങനെയുള്ളതും. പിന്നെ ഈ ജിയോ കെമിക്കൽ ഏരിയാസ്, കോൾ, മിനറൽ, ഗ്യാസ് ഫോർമേഷൻ, ആ ഒരു ഏരിയയിലൊക്കെ ജിയോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള മൈക്രോബയോളജി. പിന്നെ പ്രോസ്പെക്ടിങ് ഫോർ ദ ഡിപ്പോസിറ്റ് ഓഫ് കോൾ, ഓയിൽ, ഗ്യാസ്. അപ്പൊ ഇവിടെയൊക്കെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടോ, അതൊക്കെ റിക്കവറി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം കെമിക്കൽ രീതിയിലാണ് കോളൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ പകരം ബയോളജിക്കലി മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ മിനറൽസിനെയും ഓർസിനെയൊക്കെ ലീച്ച് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് ജിയോ കെമിക്കൽ മൈക്രോബയോളജി. അപ്പൊ ഇതാണ് പ്യുവർ മൈക്രോബയോളജിയും അപ്ലൈഡ് മൈക്രോബയോളജിയും. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഇനി നമുക്ക് മൈക്രോബയോളജിയിലെ ഹിസ്റ്ററിയിലേക്ക് പോകാം. അതായത് മൈക്രോബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് കാലഗണനാ ക്രമം അനുസരിച്ച്, അതായത് ഓരോ വർഷവും ആ വർഷത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ള അനുസരിച്ചുള്ള എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം 1665, അതായത് 1665 എന്താണെന്ന് വെച്ചാൽ റോബർട്ട് ഹുക്ക് എന്ന സയന്റിസ്റ്റ്, അതായത് അദ്ദേഹമാണ് ആദ്യം സെൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ബുക്കായ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്ത വർഷമാണ് 1665. അപ്പോൾ മൈക്രോഗ്രാഫിയ എഴുതിയത് റോബർട്ട് ഹുക്കാണ്. ഓക്കെ. അടുത്തത് 1668, ആ ഒരു വർഷത്തില് ഫ്രാൻസിസ്കോ റെഡി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് മാഗറ്റ്സ്, അതായത് സ്പോണ്ടേനിയസ് ജനറേഷൻ, അതായത് ഒരു പെട്ടെന്ന് ഒരു സംഭവത്തിൽ നിന്ന്, ഇല്ലാത്ത ഒരു വസ്തുവിൽ നിന്നും ഒരു ലിവിങ് ഒബ്ജക്റ്റ് രൂപമെടുക്കുന്നു എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണയായിരുന്നു സ്പോണ്ടേനിയസ് ജനറേഷൻ. അത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയായിരുന്നു. അതായത് പെട്ടെന്ന് ഇല്ലാത്തൊരു സംഭവത്തിൽ നിന്നാണ് ആ മാഗറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈച്ചയുടെ ലാർവ ഉണ്ടല്ലോ, അതാണ്. അപ്പൊ അത് ഒരു 2 ദിവസം നന്നായിട്ടിരിക്കുന്ന ഒരു മീറ്റിന്റെ പീസിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം മാഗറ്റ്സ് ഉണ്ടായി വരുന്നു എന്നുള്ളതായിരുന്നു അന്നുണ്ടായിരുന്ന ആ ഒരു സങ്കല്പം. അപ്പൊ ആദ്യമായിട്ട് അതിനെ ഒന്ന് റെഫ്യൂസ്, അതായത് അത് നിരാകരിച്ചത്, അങ്ങനെ ഒരു സംഗതി ഇല്ല, ഉണ്ടായിരുന്ന ഒരു സാധനത്തിൽ നിന്നാണ് ഈ മാഗറ്റ്സ് ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ള ഒരു സങ്കല്പം ഈ ഫ്രാൻസിസ്കോ റെഡി പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1674-76 കാലഘട്ടത്തില് ആന്റണി വാൻ ലീവൻ ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആനിമൽ ക്യൂൾസ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടെത്തി. അതായത് അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ച മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത ലിക്വിഡ് പോണ്ട് വാട്ടർ സാമ്പിളിൽ നിന്നും കുറച്ച് എന്തോ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ്, അതായത് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സംഭവം ആ വെള്ളത്തിനകത്ത് ചലിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതിന് അദ്ദേഹം ആനിമൽ ക്യൂൾസ് എന്നുള്ള പേര് ഇട്ടുകൊടുത്തു. അതാണ് പിന്നീട് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, പ്രോട്ടോസോവയൊക്കെ ആയിട്ട് മാറിയത്. അപ്പൊ ആദ്യമായിട്ട് അത് കണ്ടെത്തിയത് ആന്റണി വാൻ ലീവൻ ഹുക്ക് ആണ്. അദ്ദേഹത്തിന് ഇത് ഹെൽപ്പ് ചെയ്തത് റോബർട്ട് ഹുക്കിന്റെ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം പ്രതിപാദിച്ചിരുന്ന ചില ലെൻസുകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ചെറിയ വസ്തുക്കളെ കാണാൻ കഴിയും എന്നുള്ള ഒരു കാര്യമായിരുന്നു ആന്റണി വാൻ ലീവൻ ഹുക്ക് അതിനെ ഇലാബറേറ്റ് ചെയ്ത് ഒരു മൈക്രോസ്കോപ്പാക്കി രൂപപ്പെടുത്തിയത്. അടുത്തത് 1765-76 ആ ഒരു കാലഘട്ടത്തിലെ ലസാരോ സ്പലാൻസാനി എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹവും സ്പോണ്ടേനിയസ് ജനറേഷനെ ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതും പക്ഷെ തെളിവ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 1798
എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ആരാണ്? എഡ്വേർഡ് ജെന്നർ എന്ത് ചെയ്തു? കൗപോക്സ് വാക്സിനേഷൻ ഫോർ സ്മോൾ പോക്സ്, അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഡിസീസ് ആയിരുന്നു സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൗപോക്സ് വാക്സിൻ അത് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഈവന്റ് നടക്കുന്നത്. 1861 ലൂയിസ് പാസ്ചർ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് സയന്റിഫിക് ആയിട്ട് എല്ലാ തെളിവുകളോടുകൂടിയും എന്ത് ചെയ്താൽ പറ്റി? ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ, അതായത് ഇല്ലാത്ത ഒരു സാധനത്തിൽ നിന്നും പുതിയൊരു ലിവിങ് ഒബ്ജക്റ്റ് ഉണ്ടായി എന്നുള്ള ആ തെറ്റിദ്ധാരണ ഡിസ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതാരാണ് ചെയ്തത്? ലൂയിസ് പാസ്ചർ. അപ്പോൾ സ്പോണ്ടേനിയസ് ജനറേഷൻ ഡിസ്പ്രൂവ് ചെയ്തത് എല്ലാവരെയും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സ്വാൻ നെക്ക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന, സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് വഴി അദ്ദേഹം ഡിസ്പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അടുത്ത 1876 റോബർട്ട് കോച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ബാസിലസ് ആന്ത്രാസിസ്, അതായത് ആന്ത്രാക്സ് എന്ന് പറയുന്ന കാറ്റിൽ ഡിസീസ് അതിന്റെ കോസറ്റീവ് ഏജന്റായ ബാസിലസ് ആന്ത്രാസിസിനെ എന്ത് ചെയ്തു? ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, അതിനെ ഐസൊലേറ്റ് ചെയ്ത് കാണിച്ചു. പിന്നെ നടന്നത് 1884 ഈ റോബർട്ട് കോച്ച് തന്നെയാണ് കോച്ച് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കുറച്ച് പ്രിൻസിപ്പിൾ, അതായത് ഡിസീസും അതിന്റെ കോസറ്റീവ് ഏജന്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കോച്ച് പോസ്റ്റ്ലേറ്റ്. അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ഇപ്പോഴും അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് കോച്ച് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ലാബിൽ ഉണ്ടായിരുന്ന എലി മെക്കിൻകോഫ് എന്ന് പറയുന്ന വ്യക്തി ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ, അതായത് എൻഗൾഫ് ചെയ്ത് സെൽസിന് എന്തെങ്കിലും ഒരു ന്യൂട്രിയൻ അല്ലെങ്കിൽ മെറ്റീരിയലിനെ എൻഗൾഫ് ചെയ്യാൻ, വിഴുങ്ങാൻ ഉള്ള കഴിവ്, അത് അത്തരം പ്രവൃത്തി, ആ ഒരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. അത് ആദ്യം കണ്ടെത്തിയത് എലി മെക്കിൻകോഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അടുത്ത 1885 ലൂയി പാസ്ചർ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെൻഷനായ റാബീസ് വാക്സിൻ, റാബിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് റാബീസ് വാക്സിൻ അദ്ദേഹം കണ്ടെത്തി. അറ്റന്യൂറ്റഡ് ആയിട്ടുള്ള അതായത് ലിവിങ് ആണ്, പക്ഷെ അത് ആക്റ്റീവ് അല്ല, അതാണ് അറ്റന്യൂറ്റഡ് ആയിട്ടുള്ള സെയിം കോസറ്റീവ് ഏജന്റ്, അതായത് ആ മൈക്രോ ഓർഗാനിസത്തിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വാക്സിൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 1887-90 ആ ഒരു സമയത്ത് വിനോഗ്രാസ്കി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് സൾഫർ ആൻഡ് നൈട്രിഫൈങ് ബാക്ടീരിയ, എൻവയോൺമെന്റൽ മൈക്രോബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് വിനോഗ്രാസ്കി എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ്. അദ്ദേഹം കണ്ടെത്തിയത് സൾഫർ ആൻഡ് നൈട്രിഫൈങ് ബാക്ടീരിയ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സൾഫർ ആൻഡ് നൈട്രിഫൈങ്, ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും മിക്കവാറും പലതരം മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് 1888. വർഷം അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ഈ ലൂയി പാസ്ചറിന്റെയും റോബർട്ട് കോച്ചിന്റെയും ആന്റൺ വാൻ ലീവൻഹുക്കിന്റെ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു സയന്റിസ്റ്റ് ആണ് മാർട്ടിനസ് വില്യം ബെയ്ജർനിക്. അദ്ദേഹം റൂട്ട് നോഡ്യൂൾ ബാക്ടീരിയ, റൂട്ട് നോഡ്യൂൾസിൽ, അതും എൻവയോൺമെന്റൽ മൈക്രോബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. റൂട്ട് നോഡ്യൂൾസിൽ കാണപ്പെടുന്നത് ഒരു തരം ബാക്ടീരിയ ആണ്, അത് പ്ലാന്റ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കണ്ടെത്തിയത് ബെയ്ജർനിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുപോലെ യൂട്ടിലൈസ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് എൻറിച്ച്മെന്റ് കൾച്ചർ എന്ന് പറയുന്ന ഒരു പുതിയൊരു കാര്യം ഈ ബെയ്ജർനിക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ 1899 ഈ ബെയ്ജർനിക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യമായിട്ട് വൈറസ് എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ടൊബാക്കോ മൊസൈക് ഡിസീസ്, പ്ലാന്റ്സിൽ വരുന്ന ആ ഒരു ഡിസീസ് വഴി കാണിച്ചു കൊടുത്തു. ബെയ്ജർനിക് പ്രൂവ് വൈറസ് കോസസ് ടൊബാക്കോ മൊസൈക് വൈറസ് ഡിസീസ്. ഓക്കെ, ആൻഡ് ഹി കൺഫേം ദ ഫൈൻഡിങ് ഓഫ് ദ ഫസ്റ്റ് വൈറസ്. ആദ്യമായിട്ട് ഒരു വൈറസിനെ കണ്ടെത്തിയതും ബെയ്ജർനിക് ആണ്. അടുത്ത 1911 ആ ഒരു സമയത്ത് റൗസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വൈറസിന് ക്യാൻസർ വരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യം കണ്ടെത്തി. അടുത്ത 1915-1917 ആ ഒരു സമയത്ത് ബാക്ടീരിയോഫേജ്, അതായത് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസ്, ബാക്ടീരിയയെക്കാളും ചെറിയ ഒരു പാർട്ടിക്കിളാണ് വൈറസ്. നമ്മൾ നേരത്തെ കണ്ടു. ഈ വൈറസിന് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുകയും അത്തരത്തിലുള്ള വൈറസിനെ കണ്ടെത്തുകയും ചെയ്ത ആൾക്കാരാണ് ട്വാർട്ടും പിന്നെ ഫെലിക്സ് എച്ച് ഡി ഹാർലി എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ്. അപ്പൊ ഇവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് അവരുടെ ലാബുകളിലാണ് ഇത് കണ്ടെത്തിയത്.
അടുത്ത 1929 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചില ബുക്കുകളിൽ 1928 എന്ന് കണ്ടിട്ടുണ്ട്. 28 ഓർ 29 ആണ് നമ്മുടെ പ്രസ്കോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. അഥവാ ഓപ്ഷനിൽ 29 ഇല്ല, 28 ആണുള്ളതെങ്കിൽ അത് ആൻസർ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ 1929 എന്താണ്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യത്തെ ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ, എന്താണ് പെൻസിലിൻ, ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെൻസിലിൻ കണ്ടെത്തി. അടുത്ത 1932 മൈക്രോബയോളജിയിലെ ഏറ്റവും അതിനുശേഷം ഈ ഒരു കണ്ടെത്തലിന് ശേഷം വലിയൊരു ചേഞ്ചാണ് നമ്മുടെ മൈക്രോബയോളജിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഡിസ്കവറി. ആരാണ് അത് ചെയ്തത്? നോൾ ആൻഡ് റെക്സ. ഓക്കെ, നോൾ ആൻഡ് റെക്സ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്രോബയോളജി മോളിക്കുലർ ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത സംഭവമാണ് 1953. ഈ വർഷം ഓർത്തു വെക്കണം, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് DNA ഡബിൾ ഹെലിക്സ്. അടുത്തത് 1961 ജേക്കബ് ആൻഡ് മൊണോഡ് പ്രപ്പോസ്ഡ് ലാക് ഓപ്രോൺ. അതായത് നമ്മുടെ ഓരോ പ്രോട്ടീനിന്റെ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഓപ്രോൺ എന്ന് പറയുന്നത്. അല്ല, ലാക് ഓപ്രോണിനെ കുറിച്ച് പറഞ്ഞത് ജേക്കബ് ആൻഡ് മൊണോഡ് ആണ്. അടുത്തത് 1970 നമ്മുടെ DNA ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത, അതായത് റീകോമിനന്റ് DNA ടെക്നോളജി ആയിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്ത ഒരു എൻസൈമായ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്ന സംഗതി കണ്ടെത്തിയത് ആർബർ ആൻഡ് സ്മിത്ത്. അപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം കണ്ടെത്തിയത് ആർബർ ആൻഡ് സ്മിത്ത്. അടുത്ത 1977 നമ്മുടെ മൈക്രോബയോളജിയിൽ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ടായി. നമ്മൾ പറഞ്ഞ യൂക്കാരിയോട്സും പ്രോക്യാരിയോട്സും. അതിൽ പ്രോക്യാരിയോട്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ആൾക്കാരായിരുന്നു ബാക്ടീരിയ. അപ്പോൾ ആദ്യം ബാക്ടീരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ ബാക്ടീരിയയ്ക്കുള്ളിൽ തന്നെ എക്സ്ട്രീം ലെവലിൽ ലിവിങ് പോസിബിൾ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടെന്നും അവയെ പ്രത്യേകം ക്ലാസ് ആക്കി ആർക്കിയ എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പ്രോക്യാരിയോട്സിനെ തന്നെ ബാക്ടീരിയ എന്നും ആർക്കിയ എന്നും ഡിവൈഡ് ചെയ്ത വ്യക്തിയാണ് കാൾ വൗസ്. ഒന്ന് മറക്കല്ലേ, അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാൾ വൗസ് ഡിവൈഡഡ് പ്രോക്യാരിയോട്സ് ഇൻടു ബാക്ടീരിയ ആൻഡ് ആർക്കിയ. ഇനി അടുത്തത് 1983-84 കാലഘട്ടത്തിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. അതും മൈക്രോബയോളജി ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, HIV കോസ് ചെയ്യുന്ന HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതിനെ ഐഡന്റിഫൈ ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു. ആരൊക്കെയാണ്? റോബർട്ട് ഗാലോയും ലൂക്ക് മൊണ്ടൈനറും. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് PCR ടെക്നിക്. ഓക്കെ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതായത് നമ്മുടെ ഒരു DNA ഒരു ഫ്രാഗ്മെന്റ് കിട്ടിയാൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. അതായത് അതിന്റെ മൾട്ടിപ്പിൾ നമ്പർ കോപ്പീസ് ഉണ്ടാക്കാനുള്ള ഒരു ടെക്നിക്കാണ് PCR ടെക്നോളജി. അത് കണ്ടെത്തിയ വ്യക്തിയാണ് കാരി മുള്ളിസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും സംഭവിച്ചത് 1983-84 കാലഘട്ടത്തിലാണ്. അടുത്തത് 1995. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് മൈക്രോബിയൽ ജീനോമിക് സീക്വൻസ്. അത് വർഷവുമല്ല വ്യക്തിയുമല്ല പ്രാധാന്യം, ആ ഓർഗാനിസം, ഏത് ഓർഗാനിസത്തിന്റെ ജീനോമിക് സീക്വൻസ് ആണ് ആദ്യമായിട്ട് ചെയ്തത്. അതായത് ആ ഓർഗാനിസത്തിന്റെ ക്രോമസോമിലുള്ള എല്ലാ ജീൻസിനെ അനലൈസ് ചെയ്തു, ആ സീക്വൻസ് കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്തെടുത്തു. അതാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ജീനോമിക് സീക്വൻസ് ആദ്യമായിട്ട് അത് ഡീകോഡ് ചെയ്ത വ്യക്തിയാണ് ക്രെയ്ഗ് വെൻഡർ. അപ്പൊ ആ പേര്, ആ സയന്റിസ്റ്റിന്റെ പേരും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ക്രെയ്ഗ് വെൻഡർ 1995. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ കണ്ടെത്തലുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്തുകൊണ്ട് കൂടുതൽ സ്റ്റഡീസ് നടന്നിരിക്കുന്നത് ജീനോം സ്റ്റഡീസിലും മൈക്രോബയോം, അതായത് നമ്മുടെ ഹ്യൂമന്റെയും ആനിമൽസിന്റെയും ബോഡിയിൽ അവർ ഇൻബോൺ ആയിട്ട് തന്നെ കുറച്ച് മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ സ്ഥിരമായിട്ട് നമ്മുടെ താമസക്കാരായിട്ട് നമ്മുടെ ഒപ്പം കുറെ മൈക്രോ ഓർഗാനിസം ഉണ്ട്. നമ്മൾ എത്ര കുളിച്ചാലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അത്തരം ഓർഗാനിസത്തിനെയാണ് മൈക്രോബയോം. അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് വരുന്നവരും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ കുറിച്ചുള്ള സ്റ്റഡി അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് 2000 ഓൺവേർഡ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മൈക്രോബയോളജിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് മൈക്രോബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സയന്റിസ്റ്റിനെ കുറിച്ച് പഠിക്കാം.
ഒരു 5 പേരെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആന്റണി വാൻ ലീവൻഹുക്ക്, അല്ലെങ്കിൽ ആന്റൺ വാൻ ലീവൻഹുക്ക് എന്നും പറയും. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1632 1723 ഇയറൊന്നും അത്ര നന്നായിട്ട് പഠിക്കേണ്ട, നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് ആന്റണി വാൻ ലീവൻഹുക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആന്റണി വാൻ ലീവൻഹുക്കിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ടൊരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ആന്റണി വാൻ ലീവൻഹുക്ക്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹം ഒരു ഡ്രൈപ്പർ അല്ലെങ്കിൽ ഹാർബർ ഡാഷർ എന്ന് പറയുന്ന ഒരു ജോബായിരുന്നു അദ്ദേഹത്തിന്. അതായത് ക്ലോത്ത്സിന്റെ ഒക്കെ ഡീലിങ്സ് ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ലെൻസ് ഒക്കെ ഉപയോഗിച്ച് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന റോബർട്ട് ഹുക്കിന്റെ ബുക്ക് വായിക്കാനിടയാവുന്നതും അതിൽ ലെൻസസ് പ്രത്യേക രീതിയിൽ വെച്ചാൽ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ സെൽസിനെയൊക്കെ വലുതാക്കി കാണിക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം കണ്ടിരുന്നു. അപ്പോൾ ഈ ആന്റൺ വാൻ ലീവൻഹുക്ക് എന്ന് പറയുന്നത് നെതർലാൻഡ് നേറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ മൈക്രോഗ്രാഫിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പിന്റെ ഡിസൈൻ ഉപയോഗിച്ച് അദ്ദേഹം തന്നെ എന്ത് ചെയ്തു, ഒരു ഡബിൾ കോൺവെക്സ് ഗ്ലാസ് ലെൻസിനെ, ഡബിൾ കോൺവെക്സ് ആയിട്ടുള്ള ഗ്ലാസ് ലെൻസിനെ ചേർത്ത് വെച്ച് ഒരു സിൽവർ പ്ലേറ്റിനിടയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ലിക്വിഡ് സാമ്പിൾസ് എടുത്ത് അതിലൂടെ ഒബ്സർവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 50 to 300 ടൈംസ് മാഗ്നിഫൈ ചെയ്തുകൊണ്ട് ആ ഒരു സാമ്പിളിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ് കണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അദ്ദേഹം മൈക്രോ ഓർഗാനിസത്തിനെ കാണുകയാണ്. ആ ലിക്വിഡ് സ്പെസിമെൻ അല്ലെങ്കിൽ ലിക്വിഡ് സാമ്പിളിൽ അദ്ദേഹം എടുത്ത ആ സാമ്പിളിനകത്ത് അദ്ദേഹം നിർമ്മിച്ച ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ 50 to 300 ടൈംസ് മാത്രം, ഓക്കെ, അത്രമാത്രം മാഗ്നിഫൈ ചെയ്തുകൊണ്ട് എന്തോ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതിന് ആന്റൺ വാൻ ലീവൻഹുക്ക് ആനിമൽ ക്യൂൾസ് എന്നുള്ള പേര് കൊടുത്തു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആനിമൽ ക്യൂൾസ് ആയിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് നമ്മുടെ ബാക്ടീരിയയും പ്രോട്ടിസ്റ്റിനെയും ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്താ ചെയ്തത് അദ്ദേഹം? അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അപ്പൊ ഈ ഒരു കണ്ടുപിടുത്തം അദ്ദേഹം അന്നത്തെ രാജാവിന്റെ അടുത്തേക്ക്, റോയൽ സൊസൈറ്റിയിലേക്ക് ഇത് കൊടുത്തു. ഈ റിപ്പോർട്ട് കൊടുക്കുകയും അദ്ദേഹത്തിന് വലിയ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെയാണ്, ആന്റൺ വാൻ ലീവൻഹുക്കിനെയാണ് ഫസ്റ്റ് പേഴ്സൺ ഡെവലപ്പ് സിമ്പിൾ മൈക്രോസ്കോപ്പ്, ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ വ്യക്തിയെന്നും ഫസ്റ്റ് പേഴ്സൺ ടു വ്യൂ മൈക്രോ ഓർഗാനിസം എന്നും വിശേഷിപ്പിക്കുന്നത് ആന്റൺ വാൻ ലീവൻഹുക്കിനെയാണ്, ആന്റണി വാൻ ലീവൻഹുക്കിനെയാണ്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഇത് കാണാനായിട്ട് ഈ ലിക്വിഡ് സ്പെസിമെനെ എന്ത് ചെയ്തു, 2 പീസ് ഓഫ് ഗ്ലാസിന് ഇടയിൽ ചേർത്ത് വെച്ചു. എന്നിട്ട് ഈ ഗ്ലാസ് സ്പെസിമെനിലേക്ക് ലൈറ്റിനെ കടത്തിവിട്ടു. എന്നിട്ട് 45 ഡിഗ്രി ആംഗിളിലാണ് ലൈറ്റ് ഇട്ടത്. അപ്പോൾ ഈ ലൈറ്റ് ഗ്ലാസ്സിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് അദ്ദേഹം സെറ്റ് ചെയ്ത ആ ലെൻസിലൂടെ കയറി ഈ 50 to 300 ടൈംസ് മാഗ്നിഫൈ ചെയ്തുകൊണ്ട് ഈ ലിക്വിഡ് സ്പെസിമെനിൽ ഉണ്ടായിരുന്ന ബാക്ടീരിയയും പ്രോട്ടിസ്റ്റിനെയും കാണുകയാണ് ചെയ്തത്. അദ്ദേഹം ബ്രൈറ്റ് ഒബ്ജക്ട്സ് അഗെയിൻസ്റ്റ് എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ആ രീതിയിലാണ് അദ്ദേഹം ഈ ആനിമൽ ക്യൂൾസിനെ ഒബ്സർവ് ചെയ്തത്. മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇതാണ് അദ്ദേഹം കണ്ടെത്തിയ ആ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ്. കണ്ടില്ലേ എത്രത്തോളം ചെറുതായിരുന്നു ആ വ്യക്തിയുടെ കയ്യിൽ, അത്രയും മാത്രമേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അടുത്തൊരു വ്യക്തിയാണ് ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്ററിന്റെ കാലഘട്ടം 1822 1895 കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആൻഡ് മൈക്രോബയോളജിസ്റ്റ്. അദ്ദേഹം ഒരു കെമിസ്റ്റ് ആയിട്ടായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ മൈക്രോബയോളജിയിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ജനിക്കുന്നത് ഫ്രാൻസിലാണ്. അപ്പൊ ആദ്യമായിട്ട് ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ജനറേഷൻ ഡിസ്പ്രൂവ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തത്. അതായത് ഇദ്ദേഹം സ്വാൻ നെക്ട് ഫ്ലാസ്ക് എക്സ്പെരിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ ഡിസ്പ്രൂവ് ചെയ്തത്. ഓക്കെ,
അപ്പൊ ഇതാണ് ആ സ്വാൻ നെക്ക് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വായു കടക്കാത്ത ഒരു രീതിയിലാണ് സ്റ്റെറൈൽ കണ്ടീഷനൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മീറ്റോ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച ആ ഒരു സാമ്പിളിലേക്ക് മാഗറ്റ്സ് രൂപപ്പെടുന്നില്ല, സ്റ്റെറൈൽ അല്ലാത്ത കണ്ടീഷനിൽ മാഗറ്റ്സ് രൂപപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം തെളിയിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ജേം തിയറി ഓഫ് ഡിസീസ്. ജേം തിയറി ഓഫ് ഡിസീസ് അദ്ദേഹം പറഞ്ഞത് ഡിസീസസ് കോസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് വഴിയാണ്. അത്രയും നാള് ഉള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ആയിരുന്നു, അതായത് ദൈവത്തിന്റെ ശാപം കാരണമാണ്, അല്ലെങ്കിൽ വായു വഴിയാണ്, വായു കൊണ്ടതുകൊണ്ടാണ്, അങ്ങനെയൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പല കണ്ടെത്തലുകളിലൂടെ ജേം തിയറി ഓഫ് ഡിസീസ്, അതായത് ഡിസീസസിന് കാരണം മൈക്രോ ഓർഗാനിസം ആണെന്ന് കണ്ടെത്തി. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യമാണ് റാബീസ് വാക്സിൻ, കോളറ വാക്സിൻ, ആന്ത്രാക്സ് വാക്സിൻ. ഇത് മൂന്നും ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിച്ചത്. പിന്നെ ഒരു വാക്സിനും കൂടെ തന്നിട്ട് ഇതിൽ ഏതാണ് ലൂയിസ് പാസ്റ്റർ കണ്ടെത്താത്തത് എന്നുള്ളതായിരുന്നു. അപ്പോൾ റാബീസ് വാക്സിനും കോളറ വാക്സിനും ആന്ത്രാക്സ് വാക്സിനും മൂന്നും കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്റർ ആയിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാസ്ചറൈസേഷൻ. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ പ്രോസസ്സ് അറിയുന്നത്. ഒരു ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്കാണ്, അതായത് ഒരു മീഡിയം ടെമ്പറേച്ചറിൽ നമ്മുടെ അദ്ദേഹം ചെയ്തത് ഇത് വൈനിലാണ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിലാണ്. ഫെർമെന്റേഷന് വേണ്ടിയിട്ട്, വൈൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഫ്രൂട്ട് ജ്യൂസിൽ കുറച്ചു നേരം ഒരു ടെമ്പറേച്ചറിൽ വെച്ച ശേഷം ആ ഒരു പ്രോസസ്സ് ചെയ്തപ്പോൾ അതിൽ കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടായില്ല എന്നും ഇത് ഫർദറായിട്ട് മിൽക്കിലേക്ക് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് ലൂയിസ് പാസ്റ്ററിന്റെ മൈക്രോബയോളജിയിലെ കോൺട്രിബ്യൂഷൻസ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ആളാണ് റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ച് അപ്പൊ ഇദ്ദേഹത്തിന്റെ എന്താണ് നമ്മളെ മൈക്രോബയോളജിയിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആണ്. പ്രധാനമായിട്ടും മെഡിക്കൽ മൈക്രോബയോളജി ഫീൽഡിലാണ് റോബർട്ട് കോച്ച്, അതായത് ബാക്ടീരിയോളജി ഫീൽഡ്, ബാക്ടീരിയോളജി ആയിട്ടാണ് ഇദ്ദേഹത്തിന് കൂടുതൽ റിലേഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന്റെ കോ വർക്കേഴ്സ് ആയിട്ടുള്ള സയന്റിസ്റ്റ് വേറെ പല കാര്യങ്ങൾ, അതായത് അഗാർ ഉണ്ടല്ലോ നമ്മുടെ മീഡിയയിൽ സെറ്റ് ആയിട്ടിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോൾഡിഫൈങ് ഏജന്റ് ആയിട്ടുള്ള അഗാർ കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ ലാബിലുള്ള ആളായിരുന്നു. പിന്നെ ഫാഗോസൈറ്റോസിസ് കണ്ടെത്തിയത്, പിന്നെ അതുപോലെ പെട്രി ഡിഷ് കണ്ടെത്തിയത്, ഇതൊക്കെ മൈക്രോബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത പല ടെക്നിക്സും ഒക്കെ ഇദ്ദേഹത്തിന്റെ ലാബിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ റോബർട്ട് കോച്ച് കണ്ടെത്തിയതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹി ഡിസ്കവേർഡ് ദ കോസറ്റീവ് ഏജന്റ് ഓഫ് ആന്ത്രാക്സ്, പിന്നെ TB അതായത് ക്ഷയം, ട്യൂബർക്ലോസിസ്. അപ്പൊ ആന്ത്രാക്സ് എന്ന് പറയുന്ന ഡിസീസിന്റെയും ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഡിസീസിന്റെയും കോസറ്റീവ് ഏജന്റ് അതിനെ കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് കോച്ചാണ്. ആന്ത്രാക്സ് കോസറ്റീവ് ഏജന്റ് ബാസിലസ് ആന്ത്രാസിസും ട്യൂബർക്ലോസിസിൻ്റെത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസും. അപ്പൊ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വർഷമാണ് 1905. അപ്പോൾ റോബർട്ട് കോച്ചിന് നോബൽ പ്രൈസ് കിട്ടിയത് 1905 അപ്പൊ ലൂയിസ് പാസ്റ്ററിന് ഏത് വർഷമാണ് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ലൂയി പാസ്റ്ററിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. കാരണം നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയ വർഷം 1901 മുതലായിരുന്നു. പക്ഷെ അതിന് മുന്നേ ആയിരുന്നു ലൂയിസ് പാസ്റ്ററിന്റെ ഒരു കാലഘട്ടം. അതുകൊണ്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഒരു PSC ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. കുറച്ച് സയന്റിസ്റ്റിന്റെ പേര് തന്നിട്ട് മൈക്രോബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് നോബൽ പ്രൈസ് കിട്ടാത്തവർ ആരൊക്കെ എന്നുള്ളതിൽ അതിൽ നമ്മുടെ ലൂയി പാസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ റോബർട്ട് കോച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് കോച്ച് പോസ്റ്റ്ലേറ്റ്. കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡിസീസും അതിന്റെ കോസറ്റീവ് ഏജന്റും തമ്മിലുള്ള റിലേഷൻ. പിന്നെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് പ്യൂർ കൾച്ചർ മെത്തേഡ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആന്ത്രാക്സ്, അദ്ദേഹം ആന്ത്രാക്സിന് കോസറ്റീവ് ഏജന്റ് ബാസിലസ് ആന്ത്രാസിസ് എന്നാണ് കണ്ടെത്തിയത്. അപ്പൊ ഈ ബാസിലസ് ആന്ത്രാസിസിനെ അദ്ദേഹം ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എൻവയോൺമെന്റിൽ പലതരം മൈക്രോ ഓർഗാനിസവും കാണും. പക്ഷെ ഈ ബാസിലസ് ആന്ത്രാസിസിന് മാത്രമായിട്ട് കൾച്ചർ ചെയ്ത് എടുക്കാനായിട്ട് അതിന് വേണ്ട എൻവയോൺമെന്റ് ഒരു കുഞ്ഞു ലാബിൽ ഒരു പെട്രി ഡിഷിൽ ഒതുക്കിക്കൊണ്ട് അദ്ദേഹം മീഡിയ തയ്യാറാക്കി. അതിനെയാണ് പ്യൂർ കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ മൈക്രോ ഓർഗാനിസത്തിന് ആ ഒരു ഇതിനെ മാത്രം ഗ്രോ ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡാണ് പ്യൂർ കൾച്ചർ മെത്തേഡ്. പിന്നെ അപ്പൊ ഇതിന്റെ സമയത്താണ് അദ്ദേഹം ന്യൂട്രിയൻ ബ്രോത്തും ന്യൂട്രിയൻ അഗാറും ഒക്കെ കണ്ടെത്തുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് എഡ്വേർഡ് ജെന്നർ. അദ്ദേഹം എന്ന് പറയുന്നത്
ഇമ്മ്യൂണോളജിയുടെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. എഡ്വേർഡ് ജെന്നർ ആണ് ഇമ്മ്യൂണോളജിയുടെ ഫാദർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എഡ്വേർഡ് ജെന്നർ എന്താണ് കണ്ടെത്തിയത്? സ്മോൾ പോക്സ് വാക്സിൻ, കോപോക്സിൽ നിന്നും എടുത്ത സ്മോൾ പോക്സ് വാക്സിൻ അദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞത്. വാക്സിനേഷൻ എന്ന് പറയുന്ന വേർഡ് ജെന്നറിന്റെ ഓണറിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. കൗവിന് ലാറ്റിൻ വേർഡിൽ വാക്ക എന്നാണ് പറയുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എഡ്വേർഡ് ജെന്നറിന്റെ ഒരു ഓണർ കൊടുത്തിട്ടുകൊണ്ടാണ് ഈ ഒരു വാക്സിനേഷൻ എന്നുള്ള പേര് വന്നത്. ഓക്കെ, എഡ്വേർഡ് ജെന്നർ അത്രയേ ഉള്ളൂ നോക്കാനായിട്ട്. നെക്സ്റ്റ് വരുന്നത് ജോസഫ് ലിസ്റ്റർ. ജോസഫ് ലിസ്റ്റർ അദ്ദേഹം 1827 1912 കാലഘട്ടത്തിലായിരുന്നു. വർഷമൊന്നും അത്ര നോക്കണ്ട, എന്താണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നോക്കാം. ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഫാദർ ഓഫ് മോഡേൺ സർജറി എന്നാണ് പറയുന്നത്. അതായത് സിസ്റ്റം ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ഇത് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ജോസഫ് ലിസ്റ്റർ. അതായത് സർജറിയുടെ സമയത്ത് ഇദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിന് മുമ്പ് ഒരു സർജറി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ വൂണ്ടിൽ ഒരുപാട് ഇൻഫെക്ഷൻ വരികയും അതിലൂടെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നതായിട്ട് ഒരുപാട് കേസസ് ഉണ്ടായി. അപ്പൊ ഈ ഒരു ഇൻഫെക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു ആന്റിസെപ്റ്റിക് ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അദ്ദേഹം യൂസ് ചെയ്തത് കാർബോളിക് ആസിഡ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം സർജറിക്ക് മുമ്പും അതിനുശേഷവും ഈ കാർബോളിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ ആ ഒരു എൻവയോൺമെന്റ്, ആ എയറിനെ ഫ്യൂമിഗേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ സ്റ്റെറൈൽ കണ്ടീഷൻ ഉണ്ടാക്കിയ ശേഷം സർജറി ചെയ്തു. അപ്പോൾ ഈ വൂണ്ടിലൊന്നും ഇൻഫെക്ഷൻ ഉണ്ടാവുന്നില്ല എന്നും അത് ഇപ്പോഴും തുടർന്ന് വരുന്ന ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സയന്റിസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് നോക്കാം. അതായത് ബാക്ടീരിയ, ഫംഗൈ, വൈറസ് ഇവയൊക്കെ കുറിച്ച് നോക്കാം. ആദ്യം ബാക്ടീരിയ ആണ്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പാണ്? പ്രൊക്കാരിയോട്ട് ആണോ യൂക്കാരിയോട്ട് ആണോ? പ്രൊക്കാരിയോട്ട് അല്ലേ? പ്രൊക്കാരിയോട്ട്സ് ആണ് ബാക്ടീരിയ വരുന്നത്. അവരുടെ സൈസ് പറയുന്നത് 0.5 to 1 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ ആണ്. ഓക്കെ, എന്താണ് ഈ മൈക്രോമീറ്റർ എന്നൊക്കെ അറിയാലോ അല്ലെ? അതായത് കോമൺ ആയിട്ട് നമ്മൾ മൈക്രോബയോളജി യൂസ് ചെയ്യുന്ന മെഷർമെന്റ്സ് ആണ് ഈ തന്നിട്ടുള്ളത്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റേഴ്സ് ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റേഴ്സ് ആണ്. 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ μm ഇത് 10⁻6 മീറ്റേഴ്സ് ആണ്. അടുത്ത 1 നാനോമീറ്റർ, ഇത് നമ്മുടെ മൈക്രോസ്കോപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. 10⁻9 മീറ്റർ ആണ് വരുന്നത്. അടുത്ത 1 ആംസ്ട്രോങ് എന്ന് പറയുമ്പോൾ 10⁻10 മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്ടീരിയയുടെ ഷേപ്പും അറേഞ്ച്മെന്റും ഒരുവിധം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന തന്നെയാണ്, എല്ലാവർക്കും അറിയാം അല്ലെ? പ്രധാനമായിട്ട് 4 ഷേപ്പ് ആണുള്ളത്: കോക്കൈ, ബാസിലൈ, സ്പൈറലം, വിബ്രിയോ. അതിൽ കോക്കൈ എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ആണ്, ബാസിലൈ സ്ട്രെയിറ്റ് റോഡ്സ് അല്ലെ? ഇനി സ്പൈറൽ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ സ്പൈറൽ ഷേപ്പ് അല്ലെ? വിബ്രിയോ എന്ന് പറയുമ്പോൾ കോമ ഷേപ്പ്. കോക്കൈ സ്ഫെറിക്കൽ, ബാസിലൈ സ്ട്രെയിറ്റ് റോഡ്സ്, സ്പൈറൽ സ്പൈറൽ ഷേപ്പ്, വിബ്രിയോ കോമ ഷേപ്പ്. ഇനി പ്ലിയോമോർഫിക് എന്ന് പറഞ്ഞാൽ അതായത് ചിലപ്പോൾ നമുക്ക് കോക്കൈ ആയിട്ട് തോന്നും, ചിലപ്പോൾ ബാസിലൈ ആയിട്ട് തോന്നും. അപ്പോൾ ഒരു വേരിയബിൾ ഷേപ്പാണ്, ഒരു കറക്റ്റ് പ്രോപ്പർ ഷേപ്പ് ഇല്ല. അപ്പോൾ അതാണ് പ്ലിയോമോർഫിക്. അവരുടെ എൻവയോൺമെന്റൽ കണ്ടീഷനൊക്കെ അനുസരിച്ച് ഇത് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കോക്കയും ബാസിലയും ആ ഓർഗാനിസംസ്, ആ ഷേപ്പുള്ള ഓർഗാനിസംസ് ചിലപ്പോൾ തമ്മിൽ സിംഗിൾ സെൽസ് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് പല വേറൊരു അറേഞ്ച്മെന്റ്സ് പോലെ കാണാൻ പറ്റും. അപ്പോൾ കോക്കൈ എടുക്കുകയാണെങ്കിൽ അത് 2 പേര് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഡിപ്ലോ കോക്കൈ എന്നും, 4 പേര് ചേർന്നിരിക്കുന്നെങ്കിൽ ടെട്രാഡ് എന്നും, 8 പേരാണെങ്കിൽ സാൾസിന എന്നും പറയും. ഇനി അതൊരു ചെയിൻ ആയിട്ടാണ് അവർ ഫോം ചെയ്തതെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയും. ഇനി അതൊരു ക്ലസ്റ്റർ, അതായത് ഒരു മുന്തിരിക്കുലയുടെ ഷേപ്പിലാണ് വന്നിരിക്കുന്നതെങ്കിൽ സ്റ്റഫൈലോ കോക്കൈ എന്നും പറയും. മനസ്സിലായില്ലേ? അടുത്തത് ബാസിലൈ. നമ്മുടെ ബാസിലൈക്ക് ഇതുപോലെ അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. അത് ഡിപ്ലോ ബാസിലൈ, 2 പേര് ചേർന്നത്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നാൽ സ്ട്രെപ്റ്റോ ബാസിലൈ ആണ്. ഇനി നമുക്ക് നമ്മളൊരു ബാക്ടീരിയൽ സെല്ല് ഒന്ന് നോക്കുകയാണ്. അതിൽ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഓർഗനൽസ് ഉണ്ടെന്ന് നോക്കാം. സെൽ വാൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്, ഫ്ലജല്ല ഉണ്ട്, ഫിംബ്രിയ ഉണ്ട് പുറമേ ആയിട്ട്. ഇനി അകത്താണെങ്കിലോ
ന്യൂക്ലിയോയിഡ് അതായത് ക്രോമസോം DNA ഉണ്ട്, പിന്നെ ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, പിന്നെ എന്താണ് ഇതൊക്കെയാണുള്ളത് അല്ലെ. ഇനി നമുക്ക് ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ ഈ സ്ട്രക്ചേഴ്സ്, ഉള്ളിൽ പുറമേയൊക്കെ കാണുന്ന സ്ട്രക്ചേഴ്സും അതിന്റെ ഫംഗ്ഷനും എന്താണെന്ന് നോക്കാം. ആദ്യം പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്, ഔട്ടർ ആയിട്ടുള്ള ബാരിയർ ആണ് അല്ലെ. അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം അതൊരു മെക്കാനിക്കൽ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നു, അതായത് ന്യൂട്രിയൻസിന്റെയും വേസ്റ്റിന്റെയും, ന്യൂട്രിയൻസ് അകത്ത് സെലക്റ്റീവായിട്ട് കയറുന്നു, വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ആണ് ബാക്ടീരിയൽ സെല്ലിന്റെ റെസ്പിറേഷനെയും ഫോട്ടോസിന്തസിസിനെയും സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് അതിനു വേണ്ടിയുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഈ പ്ലാസ്മ മെംബ്രെയിൻ ആണ് കീമോടാക്സിസിന് വേണ്ടി അവരെ കെമിക്കൽസിന്റെ പ്രസൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. കീമോടാക്സിസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസിന്റെ പ്രസൻസ് അനുസരിച്ച് മൂവ് ചെയ്യുക, അതായത് ന്യൂട്രിയൻസ് ആവാം, ചിലപ്പോൾ ടോക്സിൻസ് ആവാം, അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകും, അങ്ങനെയൊക്കെ. അടുത്ത സ്ട്രക്ചറാണ് ഗ്യാസ് വാക്യൂൾ. എന്താണ്, ഗ്യാസ് ബബിൾസ് പോലെ ഉള്ളിൽ. അപ്പൊ അതെന്തായിരിക്കും ഹെൽപ്പ് ചെയ്യുക? ഇത് പ്രൊവൈഡ് ബോയൻസി, അതായത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാം. എക്വാറ്റിക് എൻവയോൺമെന്റ്സ് വരുമ്പോൾ അത് ഫ്ലോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി റൈബോസോംസ് എന്താണ്, പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്. ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. കാർബൺ, ഫോസ്ഫേറ്റ്, പിന്നെ അതർ സബ്സ്റ്റൻസസ്, അതായത് എന്തെങ്കിലും ന്യൂട്രിയൻസ് ഒക്കെ. പിന്നെ ഇത് ഓൾസോ ഇത് സൈറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, പിന്നെ മൂവ്മെന്റ്, ഇതിനൊക്കെ ഈ ഇൻക്ലൂഷൻ ബോഡീസ് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ന്യൂക്ലിയോയിഡ് എന്താണ്, നമ്മുടെ DNA ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന ഭാഗമാണത്. അടുത്ത പെരിപ്ലാസ്മിക് സ്പേസ്. ഇത് നമുക്കറിയാം ബാക്ടീരിയാസ് ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും. അത് ഇനി ഫർദർ ആയിട്ട് പറയും. അപ്പോൾ ഈ ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയയിലാണ് പെരിപ്ലാസ്മിക് സ്പേസ് കാണപ്പെടുന്നത്. അതിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഇത്തരത്തില് ഗ്രാം നെഗറ്റീവില് ഈ പെരിപ്ലാസ്മിക് സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലാണ് ഇവരുടെ ന്യൂട്രിയൻ പ്രോസസ്സിംഗ് ആൻഡ് അപ്ടേക്കിന് ആവശ്യമായിട്ടുള്ള എൻസൈംസും പ്രോട്ടീൻസ് ഒക്കെ കാണപ്പെടുന്നത്. ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു സ്പേസ് ഒന്നുകിൽ ആബ്സെന്റ് ആയിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. ഇനി സെൽ വാൾ. ഓക്കെ, ഈ സെൽ വാൾ ആണ് നമ്മളിപ്പോ പറഞ്ഞ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവിന്റെയും ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൽ വാള് രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ ഇത് ഓസ്മോട്ടിക് സ്ട്രെസ്സിനും എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ സെൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. അടുത്ത ഒരു സ്ട്രക്ചറാണ് ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയർ. അപ്പൊ ഈ ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയർ പുറമേ കാണുന്നതാണ്. ഇത് പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അമീബയൊക്കെ പോലുള്ള പ്രോട്ടോസോ അല്ലെങ്കിൽ പ്രോട്ടിസ്റ്റ്, അവരൊക്കെ ഈ ബാക്ടീരിയാസിനെ എൻഗൾഫ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫാഗോസൈറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടാണ് ക്യാപ്സ്യൂളും സ്ലൈം ലെയറും ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലുമൊക്കെ സർഫസിലൊക്കെ അറ്റാച്ച് ചെയ്യും. ഇപ്പൊ നമ്മുടെ ബോഡിയിലായാലും ഒക്കെ അത് അറ്റാച്ച് ചെയ്തിരിക്കും. പിന്നെ ചെയ്യുന്നത് വിറുലൻസ് കപ്പാസിറ്റി, അതായത് പാത്തോജനിക് നേച്ചർ, ഡിസീസ് കോസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി, അത് കൊടുക്കുന്നത് ക്യാപ്സ്യൂൾസ് ആണ്. ഇനി ഫിംബ്രിയ ആൻഡ് പിലി എന്ന് പറയുന്ന സ്ട്രക്ചറാണ് പ്രധാനമായിട്ടും സർഫസിൽ അറ്റാച്ച് ചെയ്യാനും ബാക്ടീരിയൽ കോൺജുഗേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽസ് ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഫിംബ്രിയ ആൻഡ് പിലി ഉപയോഗിക്കുന്നത്. പിന്നെ ട്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇഴഞ്ഞ് നീങ്ങുന്ന ഒരു മൂവ്മെന്റ്, അവരുടെ മൂവ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഫ്ലജെല്ല. ഓക്കെ, പിന്നെ പറയുന്നത് എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു ഡ്രാസ്റ്റിക് കണ്ടീഷൻ, അതായത് എന്തെങ്കിലും ഒരു അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത, ബാക്ടീരിയക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇവർ എൻഡോസ്പോർ ഫോം ചെയ്യുകയും അതിൽ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുകയും പിന്നീട് കണ്ടീഷൻ പ്രോപ്പറായിട്ട് വരുന്ന സമയത്ത്, ഫേവറബിൾ ആവുന്ന സമയത്ത് ഇവരത് ഒരു ഫുള്ളി ആയിട്ടുള്ള ബാക്ടീരിയ ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ.
ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും എന്താണെന്ന് നോക്കാം. ബാക്ടീരിയൽ സെൽ വാളിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. അതായത് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ബാക്ടീരിയാസ് ഉണ്ടെന്ന് മനസ്സിലായത്. ഇനി അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഗ്രാം പോസിറ്റീവ് പർപ്പിൾ കളറിലെ സ്റ്റെയിന് അക്സെപ്റ്റ് ചെയ്യുകയും ഗ്രാം നെഗറ്റീവ് പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറായിട്ട് കാണിക്കുകയും ചെയ്യുന്നു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ. ഇനി പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ, ഇവരുടെ സെൽ വാളിൽ ഉള്ള ഒരു കെമിക്കലാണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ. ഇത് ഗ്രാം പോസിറ്റീവിന് നല്ല തിക്കായിട്ടുള്ള ലെയർ ആയിരിക്കും, ഗ്രാം നെഗറ്റീവിന് തിന്നായിരിക്കും. ഓക്കെ, അത് പലർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ തിക്ക് ഗ്രാം പോസിറ്റീവിനും തിന്ന് ഗ്രാം നെഗറ്റീവിനും. അടുത്തത് മെംബ്രെയിൻസ്. അത് ഗ്രാം പോസിറ്റീവിന് ഒരു സിംഗിൾ മെംബ്രെയിനേ ഉള്ളൂ, എന്നാൽ ഗ്രാം നെഗറ്റീവിന് 2 മെംബ്രെയിൻ ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിനും പിന്നെ ഒരു ഔട്ടർ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് 2 മെംബ്രെയിൻ കാണുന്നു, അതൊരു ഡിഫറൻസ് ആണ്. ഇനി എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഗ്രാം പോസിറ്റീവിന്റെ എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസും ഗ്രാം നെഗറ്റീവിന് എക്സാമ്പിൾ ആണ് എസ്ചെറീഷ്യ കോളൈ. ഓക്കെ, ഇനി ഇവരുടെ ഈ സെൽ വാളിൽ പ്രസന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് തീക്കോയിക് ആസിഡും ലിപ്പോപോളിസാക്കറൈഡും. അതിൽ തീക്കോയിക് ആസിഡ് ഉള്ളത് ഗ്രാം പോസിറ്റീവിനും ലിപ്പോപോളിസാക്കറൈഡ് ഉള്ളത് ഗ്രാം നെഗറ്റീവിനുമാണ്, അത് മറക്കല്ലേ. തീക്കോയിക് ആസിഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി പറയുന്നത് ഈ സെൽസിനെ ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവിനെയും പെൻസിലിൻ അല്ലെങ്കിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം. പെൻസിലിൻ നമുക്കറിയാം ഒരു ആന്റിബയോട്ടിക് ആണ് അല്ലെ. അപ്പൊ ഇത് സെൽ വാളിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് സെൽ വാളിനെ അറ്റാക്ക് ചെയ്യുന്ന 2 സംഭവങ്ങളാണ് പെൻസിലിനും ലൈസോസൈമും. ഇത് രണ്ടും വെച്ച് ഇവരെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സെൽ വാള് പോകും അല്ലെ. ആ സമയത്ത് ഗ്രാം പോസിറ്റീവ് ഫോം ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറാണ് പ്രോട്ടോപ്ലാസ്റ്റ് എന്നും, ഗ്രാം നെഗറ്റീവ് സെല്ലാണ് പെൻസിലിൻ അല്ലെങ്കിൽ ലൈസോസൈം അറ്റാക്ക് വരുന്ന സമയത്ത് വരുന്നെങ്കിൽ ഫോം ചെയ്യുന്നത് സ്ഫിയറോപ്ലാസ്റ്റുമാണ്. ഓക്കെ, അപ്പം പ്രോട്ടോപ്ലാസ്റ്റ് ഫോം ചെയ്യുന്നത് ആരാണ് എന്നുള്ള ചോദ്യം കണ്ടിട്ടുണ്ട്. ഗ്രാം പോസിറ്റീവ് ആണ് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പോൾ ആ പി എന്നുള്ളത് വെച്ച് നമുക്ക് നോക്കാം. അത് സ്ഫിയറോപ്ലാസ്റ്റ് ആരാണ്, ഗ്രാം നെഗറ്റീവും ആണ്. ഓക്കെ, അപ്പൊ ഇത് ആരുടെ ഒരു സ്ട്രക്ചർ ആണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാം പോസിറ്റീവ് സെൽ വാളാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം തീക്കോയിക് ആസിഡിന്റെ പ്രസൻസ് ഉണ്ട്. പെപ്റ്റിഡോഗ്ലൈക്കൻ കണ്ടില്ലേ, നല്ല തിക്കാണ്. നമ്മൾ ഇനി ഗ്രാം നെഗറ്റീവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ അപ്പുറത്തേക്കൊരു മെംബ്രെയിൻ ഇല്ല അല്ലെ. അപ്പൊ താഴത്തെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് ചെറിയൊരു പെരിപ്ലാസ്മിക് സ്പേസ് ചിലതിന് ഉണ്ടാവില്ല, അതായത് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ചേർന്നായിരിക്കും ഇരിക്കുക. പിന്നെ അതിൽ തീക്കോയിക് ആസിഡും ഉണ്ട്. ഇനി നമ്മുടെ ഗ്രാം നെഗറ്റീവിന്റെ സെൽ വാൾ നോക്കാം. കണ്ടില്ലേ, ഒരു തിന്നായിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ആണുള്ളത്, പെരിപ്ലാസ്മിക് സ്പേസും ഉണ്ട്. അപ്പൊ ഇവിടെ പ്ലാസ്മ മെംബ്രെയിനും ഉണ്ട്, ഔട്ടർ മെംബ്രെയിനും ഉണ്ട്. ഔട്ടർ മെംബ്രെയിൻ ഇവർക്ക് കുറെ കാര്യങ്ങളുണ്ട്, ലിപ്പോപോളിസാക്കറൈഡ്, പോറിൻ, ബ്രൗൺസ് പ്രോട്ടീൻ, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ. ഇതൊക്കെ ഇവരുടെ ഓ ചെയിൻ, ഓ സൈഡ് ചെയിൻ എന്നൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇവരുടെ പാത്തോജനിസിറ്റിയെ കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളത് എവിടെയാണ്, ഗ്രാം നെഗറ്റീവിലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് കുറച്ച് ബാക്ടീരിയാസിന് എക്സാമ്പിൾ. സ്ട്രെപ്റ്റോകോക്കസ്, ന്യൂമോണിയ, ക്ലോസ്ട്രിഡിയം ടെറ്റനി. അപ്പൊ ഇവരുടെ ഷേപ്പും ഒക്കെ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കിക്കോളേ. ജസ്റ്റ് ഒന്ന് പേര് പരിചയമാവാൻ വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ലെഗ്യോണല്ല, ന്യൂമോഫൈല, സ്റ്റഫിലോകോക്കസ് ഓറിയസ്, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം, സ്ട്രെപ്റ്റോബാസിലസ്, ഹെലിക്കോബാക്ടർ പൈലോറി, ഓക്കെ, വിബ്രിയോ കോളറെ, ഇതെല്ലാം ബാക്ടീരിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ആർക്കിയാണ്. ആർക്കി എന്ന് പറയുമ്പോഴത്തേക്കും കാൾ വോസ്, അദ്ദേഹം എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് പ്രോക്യാരിയോട്സിനെ ബാക്ടീരിയ എന്നും ആർക്കി എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ. അപ്പൊ ഈ ആർക്കി എന്ന് പറയുന്ന ബാക്ടീരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗാനിസം തന്നെയാണ്. അവർക്ക് ചെറിയൊരു സെൽ വാളിലുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ബാക്ടീരിയ ആയിട്ടുള്ളൂ. അത് നമുക്കിന്ന് നോക്കാം. ആദ്യം അവരുടെ ഷേപ്പ് എന്താണെന്ന് നോക്കാം. ഷേപ്പ് ബാക്ടീരിയ പോലെ തന്നെ കോക്കൈ, റോഡ്സ് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ കർവ്ഡ് റോഡ്സ് ഉണ്ട്,
സ്പൈറൽ ഷേപ്പ് വരുന്നുണ്ട്, പ്ലിയോമോർഫിക് ഒക്കെ കാണുന്നുണ്ട്. എടുത്തു പറയേണ്ട 2 ഷേപ്സ് ഉള്ള ആൾക്കാരാണ് തെർമോപ്രോട്ടിയസ് ടെനാക്സും പിന്നെ ഹാലോ ക്വാഡ്രേറ്റം വാൽസ്ബിയും. ഹാലോ ക്വാഡ്രേറ്റം വാൽസ്ബി. അപ്പൊ ഇതിൽ തെർമോപ്രോട്ടിയസിന്റെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച്ഡ് ഷേപ്പ്. ഈ ആദ്യത്തെ ഫിഗറിൽ കാണുന്നതാണത്. പിന്നെ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്ന ഒരു സ്ക്വയർ ഷേപ്പ് കണ്ടില്ലേ, അപ്പോൾ അതൊരു ഫ്ലാറ്റ് പോസ്റ്റേജ് സ്റ്റാമ്പ് അതിന്റെ ഷേപ്പിൽ വരുന്ന ഓർഗാൻസ് ആണ് ഹാലോ ക്വാഡ്രേറ്റം വാൽസ്ബി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മുടെ സൈസ്, ഈ ആർക്കിയുടെ സൈസ് എന്ന് പറയുമ്പോൾ റോഡ്സിന്റെ സൈസ് 1 to 2 മൈക്രോമീറ്റർ വരെ വൈഡും 1 to 5 മൈക്രോമീറ്റർ ലെങ്ത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോക്കൈ എന്ന് പറയുമ്പോൾ കോക്കയുടെ ഡയമീറ്റർ 1 to 3 മൈക്രോമീറ്റർ വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവരുടെ പ്രത്യേകത നോക്കാം. ഇവരുടെ സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കൻ ആബ്സെന്റ് ആണ്. പകരം ഇവരുടെ ബോഡിയിൽ സെൽ വാളിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ആർക്കിയൽ ലിപ്പിഡ്സ് ഉണ്ട്. ആ പ്ലാസ്മ മെംബ്രെയിനിലാണ്, സെൽ വാളിലല്ല, പ്ലാസ്മ മെംബ്രെയിനിൽ ആർക്കിയൽ ലിപ്പിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്ലിസറോൾ ഡൈ ഈതേഴ്സും ഡൈഗ്ലിസറോൾ ടെട്രാ ഈതേഴ്സും. അപ്പൊ ഇവ തമ്മിലുള്ള ഈതർ ലിങ്കേജസ് ഉണ്ടാവും. ഈ ഈതർ ലിങ്കേജസ് കാരണം ഇവരുടെ സെല്ലിന് നല്ല റെസിസ്റ്റന്റ് ആയിരിക്കും. എന്തിന്? എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റേറ്റ്, അതായത് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ പ്രഷർ, ഇതിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത്തരം ഈതർ ലിങ്കേജസിലൂടെ ഇവർക്ക് ലഭിക്കുന്നു. അപ്പൊ അതാണ് ആർക്കിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ സെൽ വാളിൽ എന്താ ലാക്കായിരിക്കുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ, അത് മറക്കല്ലേ. പിന്നെ ഇവരിൽ പ്രസന്റ് ആയിട്ടുള്ളതാണ് സ്യൂഡോമ്യൂറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ. സ്യൂഡോമ്യൂറിൻ, ഓക്കെ, അതായത് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ പോലെ ഉള്ള ഒരു സ്യൂഡോമ്യൂറിൻ എന്ന് പറയുന്ന കെമിക്കലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ആർക്കിയ കാറ്റഗറിയിൽ വരുന്നവരാണ് മെത്തനോജൻസ്, എക്സ്ട്രീം ഹാലോഫൈൽസ് എന്നാണ്, സാൾട്ട് കണ്ടീഷനിൽ ജീവിക്കുന്നവരാണ് എക്സ്ട്രീം. പിന്നെ തെർമോഫൈൽസ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ ഉള്ളവര്. ഹൈ തെർമോഫൈൽസിൽ നിന്നാണ് PCR ടെക്നിക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതിലുപയോഗിക്കുന്ന ഒരു എൻസൈമാണ് ടാക് പോളിമറൈസ്. ഈ എൻസൈം എടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രീം തെർമോഫൈലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവര് പൊതുവെ ആർക്കിയസ് നോൺ പാത്തജനിക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ആർക്കിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫംഗസ് നോക്കാം. ഫംഗസിനെ കുറിച്ചുള്ള സ്റ്റഡി ഏതായിരുന്നു? മൈക്കോളജി. എന്താണ് മൈക്കോളജി? അപ്പൊ ഈ ഫംഗസ് ഉൾപ്പെടുന്നത് യൂക്കാരിയോട്സിനുള്ളിലാണ്. ഇനി നമ്മുടെ ഈ ഫംഗസിന്റെ സെൽ വാള് നിർമ്മിച്ചിട്ടുള്ളത് കൈറ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ്. എന്താണ് സെൽ വാള്? കൈറ്റിൻ. ഓക്കെ, അപ്പോൾ ഈ ഫംഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് തനിയെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല. ഏതെങ്കിലും വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിക് കെമിക്കൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നുമാണ് ഇവര് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവരെ ഹെട്രോട്രോഫിക് ഓർഗാനിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫംഗൈ ഏത് തരം ഓർഗാനിസത്തിനാണ് എക്സാമ്പിൾ? ഹെട്രോട്രോഫിക്. ഓക്കെ, നമ്മളെ പ്ലാന്റ്സ് ഒക്കെ പോലുള്ള അവരൊക്കെ ഓട്ടോട്രോഫ്സ് എന്ന് പറയില്ലേ, അതായത് സ്വയം തന്നെ മിനറൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്വയം ആഹാരം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവര് ഓർഗാനിക് കെമിക്കൽസിനെയാണ് ഇവരുടെ എനർജിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ഫംഗസിന്റെ ബോഡിയെ മൊത്തത്തിൽ പറയുന്ന പേരാണ് താലസ് എന്നുള്ളത്. ഇനി ഫംഗസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫംഗസിനകത്ത് തന്നെ നമ്മൾ നേരത്തെ പ്രോക്യാരിയോട്സ്, ബാക്ടീരിയയും ആർക്കിയയും പറഞ്ഞ പോലെ ഫംഗസിനുള്ളിൽ 2 കാറ്റഗറി ഉണ്ട്, ഈസ്റ്റും മോൾഡും. അതിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നു. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. മോൾഡ് ആൻഡ് മഷ്റൂം എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, അവര് ഇതുപോലുള്ള മൈസീലിയം എന്ന് കാണിച്ചിട്ടില്ലേ, അതുപോലുള്ള സ്ട്രക്ചേഴ്സ് അവർ ഫോം ചെയ്യുന്നു. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ആയിട്ട് ഇരിക്കും. ഇനി ഈസ്റ്റ് സെല്ലിന് ഉദാഹരണം എക്സാമ്പിൾ ആണ് സെക്കാരോമൈസസ് സെർവീസിയെ. നമ്മൾ ഫെർമെന്റേഷന് വൈനൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സെക്കാരോമൈസസ് സെർവീസി എന്നുള്ളത് ഈസ്റ്റ് സെല്ലാണ്. ഇവർക്ക് ഒരു എഗ് ഷേപ്പാണുള്ളത്. ആ ഫിഗറിൽ കാണുന്ന പോലെ ചിലപ്പോഴൊക്കെ സ്ഫെറിക്കൽ ഷേപ്പിലും ഇലോങ്ങേറ്റഡ് ആയിട്ടും ഒക്കെ കാണാറുണ്ട്. ഇനി നമ്മുടെ മോൾഡ് അല്ലെങ്കിൽ മഷ്റൂം അല്ലെങ്കിൽ നമ്മുടെ ഫംഗസ് എന്ന് പൊതുവെ പറയുന്ന അവരിൽ കാണുന്ന താലസിൽ കാണുന്നതാണ് മൈസീലിയവും സ്പോറും.
മൈസീലിയം കണ്ടില്ലേ, ഈ ഫിഗറിൽ കാണുന്ന ഇതാണ് മൈസീലിയം എന്നുള്ളത്, ഒരു പഫ് പോലെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ ഈ തുടക്കത്തിൽ കാണുന്ന അതിന്റെ ഫോം ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസിനെയാണ് ഹൈഫ എന്ന് പറയുന്നത്. ഈ ഹൈഫ ജോയിൻ ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്തിട്ടാണ് മൈസീലിയ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈഫ എന്ന് പറയുന്നത് ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ഫിലമെന്റ്സ് ആണ്. നമുക്ക് കുറച്ച് ഫംഗസിന്റെ എക്സാമ്പിൾസ് നോക്കാം. റൈസോപ്പസ് സ്റ്റോളനിഫർ, അതിനെ ബ്ലാക്ക് ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നുണ്ട്, ബ്രെഡിൽ ഇൻഫെക്ട് ചെയ്യുന്നത്. പിന്നെ മ്യൂക്കർ ഉണ്ട്, മ്യൂക്കറും ഇതുപോലെ എന്താണ് എന്തിനെങ്കിലും പുറത്ത് തടിയുടെ ഒക്കെ പുറത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ ഉള്ളത് പെൻസിലിയം, നമ്മുടെ പെൻസിലിൻ ആന്റിബയോട്ടിക് എടുക്കുന്ന ആ ഒരു ഫംഗസ് ആണ്. പിന്നെ മഷ്റൂംസ് ഉണ്ടല്ലോ, വലിയ മഷ്റൂംസ്, റസ്റ്റ്, സ്മട്ട്, ഇതൊക്കെ ഫംഗസിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആൽഗെ നോക്കാം. ആൽഗെ കുറിച്ചുള്ള സ്റ്റഡി എന്താണ്? ഫൈക്കോളജി അല്ലെ. അപ്പൊ ഈ ആൽഗെ വരുന്നത് യൂക്കാരിയോട്സിലാണ്. ആൽഗയെ പറയുന്ന മറ്റൊരു പേരാണ് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ആൽഗെ, പിന്നെ പ്രോട്ടോസോവ, ഇതൊക്കെ. അപ്പോൾ ഈ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റിനെ എല്ലാം തന്നെ ആൽഗെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് അടങ്ങിയിട്ടുണ്ട്? അവരുടെ ബോഡിയിൽ ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ആൽഗയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ആൽഗെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് അഗാർ. ആൽഗയിൽ നിന്നും എടുക്കുന്ന എന്താണ് ഒരു കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈക്രോബയോളജിക്കൽ മീഡിയ, നമ്മളെ ന്യൂട്രീഷൻ അവരുടെ മൈക്രോബയോളജിക്കൽ മീഡിയയിൽ സോൾഡിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അഗാർ തയ്യാറാക്കുന്നത് ഏതാണ്? ആൽഗെ ആയിട്ടുള്ള ജലീഡിയത്തിൽ നിന്നും ഗ്രാസിലേറിയയിൽ നിന്നും എടുക്കുന്ന കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി ക്ലോറല്ല എന്ന് പറയുന്ന ഒരു ആൽഗയുണ്ട്, അത് നമ്മൾ ഹ്യൂമൻസ് ഫുഡായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ആനിമൽസിനും അത് ഫുഡായിട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ പാത്തോജനിക് ആയിട്ടുള്ള ഒരു ആൽഗെ ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടോതീക്കയാണ്. പിന്നെ ന്യൂറോടോക്സിൻസ്, അതായത് പ്രധാനമായിട്ടും അക്വാട്ടിക് എൻവയോൺമെന്റിൽ ഫിഷസിനൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആൽഗയാണ് ജിംനോഡിയം, പിന്നെ ഗോണിയോലക്സും ജിംനോഡിനിയും. ഓക്കെ, അപ്പൊ ഇവര് എന്താണ് ന്യൂറോടോക്സിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആൽഗെ. ഇതാണ് ഒരു എന്താണ് നമ്മുടെ പ്രോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ്, അതായത് ക്ലാമിഡോമോണാസ്, അതിന്റെ ഒരു പിക്ചറാണ്. പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാം. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, വാക്യൂൾസ് ഉണ്ട്, ഫ്ലജെല്ലയും കാണുന്നുണ്ട്, ന്യൂക്ലിയസ്, ന്യൂക്ലിയോലസ്, അതായത് നമുക്കറിയാം യൂക്കാരിയോട്സിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രോട്ടോസോവയെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പ്രോട്ടോസുവോളജി. ഇത് പ്രോട്ടോസോവ എല്ലാ മിക്കവാറുള്ള അക്വാട്ടിക് എൻവയോൺമെന്റിലും മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഹാബിറ്റേറ്റിലുമാണ് പ്രോട്ടോസോവയെ കാണപ്പെടുന്നത്. ഇവര് രണ്ട് രീതിയിൽ കാണപ്പെടാം, ഫ്രീ ലിവിംഗ് ആയിട്ടും പാരസൈറ്റിക് പ്രോട്ടോസോവയായിട്ടും. ഇവർ രണ്ടുപേരും ഡിസീസസ് കോസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉണ്ട്. പാരസൈറ്റിക് പ്രോട്ടോസോവയാണ് കൂടുതലായിട്ടും ഹ്യൂമൻസിലും ഒക്കെ എന്താണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. പ്രോട്ടോസോവയുടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് സിസ്റ്റ് ഫോർമേഷൻ. നമ്മൾ സ്പോർ ഫോം ചെയ്യുന്നു എന്ന് ബാക്ടീരിയയിലൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ പ്രോട്ടോസോവ ഫോം ചെയ്യുന്ന ഒരു ഇതുപോലെയുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് സിസ്റ്റ് എന്നുള്ള പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പ്രോട്ടോസോവയെ എന്ത് പറയുന്നു? നമ്മുടെ ഫുഡ് ചെയിനിൽ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ലിങ്ക് ആയിട്ട് പ്രോട്ടോസോവയെ കണക്കാക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഹ്യൂമനിൽ വരുന്ന പ്രോട്ടോസോവൈറ്റ് ഡിസീസസ് നോക്കാം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ്റ്റൈനൽ അമീബിയാസിസ്, അത് കോസ് ചെയ്യുന്നത് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. അടുത്തൊരു ഡിസീസാണ് കാല അസാറിന്റെ മറ്റൊരു പേരാണ് ലീഷ്മാനിയാസിസ്, അത് പറഞ്ഞറിയായിരിക്കും. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് ലീഷ്മാനിയ ഡോണോവാനി എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ്, ഒരു പ്രോട്ടോസോവയാണത്. അടുത്തൊരു ഡിസീസാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, അതാണ് ട്രിപ്നോസോമ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയാണത് കോസ് ചെയ്യുന്നത്. അടുത്തത് കോമൺ ആയിട്ട് കാണുന്ന മലേറിയ കോസ് ചെയ്യുന്ന പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. ഓക്കെ, ഇനി അമീബയ്ക്ക് കാണപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് സ്യൂഡോപോഡിയ. ഓക്കെ, സ്യൂഡോപോഡിയ. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് വൈറസ് ആണ്. നമുക്കറിയാം വൈറസ് എന്ന് പറയുന്നത് ഒരു എസെല്ലുലാർ എന്താണ് ലിവിങ് ഓർഗാനിസത്തിൽ ഉൾപ്പെട്ടിരുന്നതാണ്. അപ്പൊ ഈ എസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു സെൽ ആയിട്ടില്ല അല്ലെ. എന്താണ് DNA അഥവാ RNA ആയിട്ടുള്ള ഒരു ന്യൂക്ലിക് ആസിഡും
പിന്നെ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ടും. ഇതാണ് ഇവരുടെ ഒരു സ്ട്രക്ചർ. പിന്നെ ചില വൈറസസിനകത്ത് എന്തുണ്ടാവും, ഈ ഒരു DNA പ്രോട്ടീൻ ഒരു കോമ്പിനേഷന് പുറമെ ആയിട്ട് ഒരു ലിപ്പിഡ് എൻവലപ്പും കൂടി കാണും. ഓക്കെ, അപ്പൊ ഇതാണ് വൈറസിന്റെ ആകെയുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈറസ് പുറമെ ഒരു ഹോസ്റ്റ് സെല്ലിന്റെ പുറമേ നിൽക്കുന്ന സമയത്ത് ഇൻആക്റ്റീവ് ആയിരിക്കും. ഇത് ഒരു ഹോസ്റ്റ് സെല്ലിനുള്ളിൽ കയറുന്ന സമയത്ത് ഇവരുടെ DNA ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ RNA, ആ ന്യൂക്ലിക് ആസിഡിൽ ഉള്ള മെസ്സേജസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഹോസ്റ്റ് സെല്ലിന്റെ മെഷീനറീസിന്റെ സഹായത്തോടു കൂടി പുതിയ പ്രോജനീസിനെ ഉൽപ്പാദിപ്പിക്കുകയും അത് ആ ഹോസ്റ്റ് സെല്ലിനെയൊക്കെ നശിപ്പിക്കുകയും ഇൻഫെക്ഷൻ കോസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് വൈറസിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈറസ് ആർ റെപ്ലിക്കേറ്റഡ് ഓൺലി വെൻ ദേ ആർ ഇൻ എ ലിവിങ് ഹോസ്റ്റ് സെൽ. ഒരു ലിവിങ് ഹോസ്റ്റ് സെൽ, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് സെല്ലിനുള്ളിലായിരിക്കുമ്പോൾ മാത്രമേ വൈറസിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റൂ, അതായത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവരെ പറയുന്ന പേരാണ് ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്. എന്താണ് ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്, ഹോസ്റ്റ് സെൽ, ലിവിങ് ഹോസ്റ്റ് സെല്ലിനുള്ളിൽ വെച്ച് മാത്രമേ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇനി ഈ വൈറസ് എന്ന് പറയുന്നത് ബാക്ടീരിയക്കാളും തന്നെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബാക്ടീരിയയും അറ്റാക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വൈറസിനെ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. അതിന് നമുക്ക് അടുത്ത ഫിഗറിൽ നോക്കാം. ഓക്കെ, ഇനി ഈ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് വൈറസ്, അതായത് ഒരു ന്യൂക്ലിക് ആസിഡ്, അതിന്റെ പുറമെ പ്രോട്ടീൻ കോട്ട്, പിന്നെ എൻവലപ്പ് ഉണ്ടെങ്കിൽ എൻവലപ്പ്, ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ആ ഒരു വൈറസിനെ പറയുന്ന പേരാണ് വിറിയോൺ. എന്താണ് വിറിയോൺ? ഇനി ബാക്ടീരിയോഫേജ് എന്താണ്? വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. നമുക്ക് കുറച്ച് വൈറസിനെ കുറിച്ച് നോക്കാം. HIV പ്രധാനപ്പെട്ട ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അടുത്ത ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, എബോള വൈറസ്, അഡിനോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, റാബീസ് വൈറസ്, ബാക്ടീരിയോഫേജ് അതൊരു വൈറസ് ആണ്. പിന്നെ പാപ്പിലോമ വൈറസ്, റോട്ട വൈറസ്, ഹെർപ്പസ് വൈറസ്. അപ്പൊ ഈ പേരൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് കൂടുതലായിട്ട് വൈറസസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ഒരു ബേസ് കിട്ടാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൈക്രോബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ് നോക്കാം. അത്യാവശ്യമായിട്ട് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്. ഓക്കെ, അത് ചിലത് അറിയാവുന്നതായിരിക്കും, ചിലത് അറിയാത്തതായിരിക്കും. ജസ്റ്റ് ഒന്ന് കേട്ടു പോയാൽ മതി. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? A microbial product or its derivative that kill susceptible microorganism or inhibit their growth. അതായത് ഇതൊരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കെമിക്കലാണ്. ഇത് വേറൊരു സസെപ്റ്റബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനോ അതിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനോ കഴിവുള്ളവയാണ്. ഒരു എക്സാമ്പിൾ ആണ് പെൻസിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് എടുത്തിട്ട് അത് മറ്റൊരു ഓർഗാനിസത്തിന് എതിരെയായിട്ട് ആക്ട് ചെയ്യുന്നു. അടുത്തത് ആന്റിബോഡി അഥവാ അതിനെ പറയുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. എന്താണ്? നമ്മുടെ ബോഡിക്കുള്ളിൽ കയറുന്ന ഏതെങ്കിലും ഒരു പാത്തോജൻ, ആ പാത്തോജനെ പറയുന്ന പേരാണ് ആന്റിജൻ. ആ ആന്റിജനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ, ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ് ആന്റിബോഡി. ഇനി പറയുന്നു ആന്റിജൻ. എന്താണ് ആന്റിജൻ? അതായത് നമ്മുടെ ഈ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ പ്രേരിപ്പിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ആന്റിജൻ. അതായത് ലിംഫോസൈറ്റ്സ് റെസ്പോണ്ട് ഉണ്ടാക്കാൻ കഴിവുള്ള സബ്സ്റ്റൻസ് ആണ് ആന്റിജൻ. അത് എന്താവാം? പ്രോട്ടീൻ ആവാം, ന്യൂക്ലിയോ പ്രോട്ടീൻ ആവാം, പോളിസാക്കറൈഡ് ആവാം, ഇങ്ങനെയൊക്കെ ആവാം. ഇനി അടുത്തൊരു ടേമാണ് ആന്റിസെപ്റ്റിക്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, ടിഷ്യൂസിലൊക്കെ ഉപയോഗിക്കുന്ന, നമ്മുടെ ബോഡിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഏജന്റ് ആണ് ആന്റിസെപ്റ്റിക്. ഇനി അടുത്താണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഒരു എക്യുപ്മെന്റ് ആണ്. അതായത് ലാബിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഹൈ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് അഥവാ എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ്. ഓക്കെ, മനസ്സിലായില്ലേ? സ്റ്റെറിലൈസേഷൻ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ഹൈ പ്രഷർ, നമ്മള് പ്രഷർ കുക്കർ പോലെ ആക്ട് ചെയ്യും. അടുത്തത് ബാക്ടീരിസൈഡ്. ആ സൈഡ് എന്നുള്ള വേർഡ് ഇപ്പൊ ഫംഗിസൈഡ്,
അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ ആൽജിസൈഡ് അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് പറയാം ആ ഒരു അതൊരു കെമിക്കൽ ഏജന്റ് ആണ്, അത് വിച്ച് കിൽ ദാറ്റ് തിങ്. ഇപ്പൊ ബാക്ടീരിയസൈഡ് ആണെങ്കിൽ ബാക്ടീരിയയെ കിൽ ചെയ്യുന്നു, ഫംഗിസൈഡ് ആണെങ്കിൽ ഫംഗസിനെ കിൽ ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശമാണ് ആ സൈഡ് എന്നുള്ള വാക്ക്. ഓക്കെ, അടുത്തത് ബാക്ടീരിയോസിൻ. ബാക്ടീരിയോസിൻ എന്ന് പറയുന്നത് എന്താണ്, ചില ബാക്ടീരിയാസ് നമ്മൾ നേരത്തെ ആന്റിബയോട്ടിക് പറഞ്ഞതുപോലെ ഒരു പ്രൊഡ്യൂസ് ചില ടൈപ്പ് ഓഫ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ പ്രോട്ടീൻ ആണ്. അത് മറ്റ് ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അതാണ് ബാക്ടീരിയോസിൻ. ഇനി എന്താണ് ബയോഫിലിം? ബയോഫിലിം എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഫിലിം പോലെ എന്തിന്റെങ്കിലും സർഫസിൽ, പ്രധാനമായിട്ട് മെറ്റൽസിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലോത്ത്സിന്റെയോ ഒക്കെ പുറത്ത് ഒരു ഫിലിം പോലെ ഫോം ചെയ്യും. അപ്പൊ എന്താണ്, ഓർഗനൈസ്ഡ് മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസ് എൻഗേജ്ഡ് ഇൻ എക്സ്ട്രാ സെല്ലുലാർ പോളിമെറിക് സബ്സ്റ്റൻസസ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് സർഫസസ് ഓഫൻ വിത്ത് കോംപ്ലക്സ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്. അപ്പൊ ഇതൊരു കുറെ മൈക്രോ ഓർഗാനിസത്തിന്റെ കമ്മ്യൂണിറ്റീസ് ചേർന്ന് ഒരു ഫിലിം പോലെ ഫോം ചെയ്യുന്നു, അതാണ് ബയോഫിലിം. ഓക്കെ, അടുത്തത് എന്താണ് നോക്കാം, ക്യാപ്സിഡ്. ക്യാപ്സിഡ് എന്ന് പറയുന്നത് നമ്മൾ വൈറസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേമാണ് ക്യാപ്സിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വൈറസിന് ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അതിന്റെ പുറത്ത് പ്രോട്ടീൻ കോട്ട് ഉണ്ടെന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോട്ടീൻ കോട്ട് അഥവാ ഒരു ഷെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓട്ടോട്രോഫ്, ഹെട്രോട്രോഫ്, കീമോട്രോഫ്. ഇത് മൂന്നും ഒന്നിച്ച് പഠിക്കാം. ട്രോഫ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എനർജി കൺസ്യൂം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട. ഓട്ടോട്രോഫ്സ് ചെയ്യുന്നത് എൻവയോൺമെന്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ യൂസ് ചെയ്തുകൊണ്ട് അവർ തനിയെ തന്നെ അവരുടെ ന്യൂട്രീഷൻ അത് കണ്ടെത്തുന്നു, ഒരു ഫുഡ് തയ്യാറാക്കുന്നു. അപ്പൊ അതിനെയാണ് കാർബൺ സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഹെട്രോട്രോഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവര് യൂസ് ചെയ്യുന്നത് റെഡ്യൂസ്ഡ് പ്രീ ഫോംഡ് ഓർഗാനിക് മോളിക്യൂൾസ് ആസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ കാർബൺ സോഴ്സ്. ഇനി കീമോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ദേ ഒബ്റ്റെയിൻ എനർജി ഫ്രം ഓക്സിഡേഷൻ ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ്. അപ്പൊ അതാണ് ഓട്ടോട്രോഫ്, ഹെട്രോട്രോഫ്, കീമോട്രോഫ്. ഇനി എന്താണ് കോളനി എന്ന് വെക്കാം. കോളനി എന്ന് വെച്ചാൽ മൈക്രോ ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ് കോളനി. നമുക്കറിയാം ഒരു സിംഗിൾ മൈക്രോ ഓർഗാനിസം അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സോളിഡ് സർഫസ് മീഡിയയിൽ ഗ്രോ ചെയ്തു വരുന്ന ആ ഒരു അസംബ്ലേജ്, അതിനെയാണ് കോളനി എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ബാക്ടീരിയ എന്നായിരിക്കും ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവുന്നത്. ആൻ അസംബ്ലേജ് ഓഫ് മൈക്രോ ഓർഗാനിസം ഗ്രോയിങ് ആണ് എ സോളിഡ് സർഫസ്. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിസിബിൾ ആവുകയും ചെയ്യും. ഇനി അടുത്താണ് സയനോ ബാക്ടീരിയ. ബാക്ടീരിയയുടെ ഒരു വിഭാഗമാണ് സയനോ ബാക്ടീരിയ. ഇവർക്കൊരു കപ്പാസിറ്റി ഉണ്ട്, ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സയനോ ബാക്ടീരിയ ആർ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഗ്രാം നെഗറ്റീവ് മോർഫോളജിക്കലി ഡൈവേഴ്സ് ബാക്ടീരിയ ദാറ്റ് ക്യാരി ഔട്ട് എന്താണ് ഫോട്ടോസിന്തസിസ്. എന്താണ് സൈറ്റോപ്ലാസം? നമുക്കറിയാം സെല്ലിനുള്ളിൽ ന്യൂക്ലിക് ആസിഡിനെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ, അതിനെയാണ് സൈറ്റോപ്ലാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ടേമാണ് ഫീക്കൽ കോളിഫോം അഥവാ കോളിഫോം. ഫീക്കൽ കോളിഫോം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ പോർട്ടബിൾ വാട്ടറിലെ കണ്ടാമിനേഷന്റെ ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയിട്ടാണ് ഈ ഫീക്കൽ കോളിഫോമിനെ യൂസ് ചെയ്യുന്നത്. ഈ ഫീക്കൽ കോളിഫോമിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ ആ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ പോർട്ടബിൾ വാട്ടറിൽ എന്തുണ്ട്, കണ്ടാമിനേഷൻ, ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എന്താണ് ഫീക്കൽ കോളിഫോം എന്ന് പറഞ്ഞാൽ, ദേ ആർ ഗ്രാം നെഗറ്റീവ് ലാക്ടോസ് ഫെർമെന്റിംഗ് ബാക്ടീരിയ. ലാക്ടോസിന് യൂസ് ചെയ്യാൻ കഴിവുള്ള ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ഹൂസ് നോർമൽ ഹാബിറ്റേറ്റ് ഈസ് ദ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. നമ്മുടെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ, ആനിമൽസിനെ ഹ്യൂമൻസിനെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ കാണപ്പെടുന്ന ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാൻസ് ആണ് ഈ ഫീക്കൽ കോളിഫോം. അപ്പൊ ഇവര് 44.58 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവര് ഗ്രോ ചെയ്യുന്ന ടെമ്പറേച്ചർ. അപ്പൊ ഇവരെ എന്തായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഫീക്കൽ പൊല്യൂഷൻ ഓഫ് വാട്ടറിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു, മറക്കല്ലേ അത്. അടുത്താണ് ജനറേഷൻ ടൈം അഥവാ ഡബ്ലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ഫോർ എ മൈക്രോബിയൽ പോപ്പുലേഷൻ ടു ഡബിൾ ഇൻ നമ്പർ. അവരുടെ നമ്പർ 1 2 ആവാൻ, 2 4 ആവാൻ, അങ്ങനെ നമ്പർ ഡബിൾ ആവാൻ വേണ്ടി എടുക്കുന്ന സമയം, അതാണ് ജനറേഷൻ ടൈം.
അടുത്ത ഒരു ടേം ആണ് ഡിസ്ഇൻഫെക്ഷൻ. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ബോഡി അല്ല, അതായത് ഇൻആനിമേറ്റ് ജീവനില്ലാത്ത വസ്തുക്കളുടെ പുറത്ത്, ഇപ്പോൾ ടേബിൾ അങ്ങനെയൊക്കെ ഉള്ള അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, സർജിക്കലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ പുറമെ സർഫസിൽ ഉള്ള ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാനോ ഉപയോഗിക്കുന്ന കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റ് പ്രോസസ്സ് ഉപയോഗിച്ച് അത്തരത്തിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്ഇൻഫെക്ഷൻ. അത് എന്താണ്? ഇൻആനിമേറ്റ് ആയിട്ടുള്ള ലിവിങ് അല്ലാത്ത ഒബ്ജക്റ്റിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ടേമാണ് എക്സ്ട്രീമോഫൈൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ആർക്കിയയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ, അതായത് എക്സ്ട്രീം എൻവയോൺമെന്റ്, ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീം എൻവയോൺമെന്റിൽ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസം ആണ് എക്സ്ട്രീമോഫൈൽ. ഇനി എന്താണ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ഒരു ഹോസ്റ്റിൽ ഇൻവേഡ് ചെയ്യുകയും ആ ബോഡിക്കുള്ളിലിരുന്ന് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുകയും ആ ഒരു ഹോസ്റ്റിന്റെ സെല്ലിൽ അത് എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ആവുന്നു, അത് അതിനകത്ത് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്ത് ഇരിക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ഇൻഫെക്ഷൻ. ആൻഡ് ഇൻഫെക്ഷൻ മേ ഓർ മേ നോട്ട് ലീഡ് ടു ഡിസീസ്. അപ്പൊ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഡിസീസിലേക്ക് പോകാം, ചിലപ്പോൾ ഡിസീസ് കാണിക്കുകയില്ല. ഓക്കെ, അടുത്താണ് മീഡിയ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത്. എന്താണ് മീഡിയം? നമ്മൾ കുറെ നേരത്തെ പറഞ്ഞു അല്ലെ വാക്ക്. അതെന്ന് പറഞ്ഞാൽ എ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസം. അപ്പൊ നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും മറ്റ് ഗ്രോത്ത് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മീഡിയ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് എയറോബും അനെയറോബും. എയറോബ് ആ വാക്കിൽ തന്നെയുണ്ട്, എയർ ഓക്സിജൻ, അതിന്റെ പ്രസൻസ് വേണം അതിന്റെ ഗ്രോത്തിന്. ഇനി അനെയറോബ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫറിക് ഓക്സിജൻ. അപ്പോൾ ഓക്സിജന്റെ ആബ്സെൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ് അനെയറോബ്. എന്നാൽ ഓക്സിജന്റെ പ്രസൻസ് മാത്രമേ ജീവിക്കൂ എന്നുള്ളെങ്കിൽ എയറോബ്. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് MPN, മോസ്റ്റ് പ്രോബബിൾ നമ്പർ. അതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതായത് MPN എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് എസ്റ്റിമേറ്റിംഗ് സെൽ നമ്പർ ഇൻ എ കൾച്ചർ. അതായത് കൂടുതൽ നമ്മൾ വാട്ടർ അനാലിസിസിനകത്തൊക്കെയാണ് ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. അതിൽ എത്രത്തോളം ബാക്ടീരിയ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഈക്കോളൈ, അല്ലെങ്കിൽ എത്രത്തോളം കോളിഫോം, നേരത്തെ പറഞ്ഞ ഫീക്കൽ കോളിഫോംസ് ഉണ്ട്, ആ ഒരു നമ്പർ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ പറയുന്നതിനെയാണ് MPN മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫർദർ ആയിട്ട് ഇനി നന്നായിട്ട് പഠിക്കാം അതിനെ കുറിച്ച്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അടുത്തത് ഇപ്പോൾ മൈക്കോപ്ലാസ്മയാണ്. എന്താണ് മൈക്കോപ്ലാസ്മ? അതൊരു മൈക്രോ ഓർഗാനിസം ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. അവർക്ക് സെൽ വാൾ ഇല്ല, അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല ആന്റിബയോട്ടിക്സിൽ നിന്നും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ സെൽ വാളിനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടാണ് അവരെ കില്ല് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് സെൽ വാൾ ഇല്ലാത്തതുകൊണ്ട് ഈ മൈക്കോപ്ലാസ്മ അത്തരം ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സെൽ വാൾ ഇല്ലാത്ത ബാക്ടീരിയ ആരാണ്? മൈക്കോപ്ലാസ്മ. ഓക്കെ, അടുത്തത് നൈട്രജൻ ഫിക്സേഷൻ, നൈട്രിഫിക്കേഷൻ, നൈട്രേറ്റ് റിഡക്ഷൻ. ഇത് മൂന്നും ഒന്നിച്ചു നോക്കാം. നൈട്രജൻ ഫിക്സേഷൻ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യുന്നു. എന്തിന്റെ ഫോമിൽ? അമോണിയ ആയിട്ട്. അതിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ. ഇനി എന്താണ് നൈട്രിഫിക്കേഷൻ? നൈട്രിഫിക്കേഷൻ അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഈ അമോണിയ ഉണ്ടല്ലോ, ആ അമോണിയയെ നൈട്രജൻ ടു നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഇനി നൈട്രേറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നൈട്രേറ്റിനെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, അതാണ് നൈട്രേറ്റ് റിഡക്ഷൻ. ഇനി അടുത്തൊരു ടേമാണ് പാസ്ചറൈസേഷൻ. അതൊരു പ്രിസർവേഷൻ മെത്തേഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡ് ഫുഡ് അല്ലെങ്കിൽ ബിവറേജസിൽ, മിൽക്കിലൊക്കെ കൺട്രോൾ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടൈം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ കീപ്പിംഗ് ക്വാളിറ്റി കൂടുകയും ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത എന്താണ് പാത്തോജൻ? പാത്തോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിസം capable of producing disease, അതാണ് പാത്തോജൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി എന്താണ് പ്യുവർ കൾച്ചർ? നമ്മുടെ റോബർട്ട് കോച്ചിന് പറഞ്ഞു പ്യുവർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മൈക്രോ ഓർഗാനിസത്തിന്, ആ ഒരേ സ്പീഷീസിലെ ഓർഗാനിസത്തിനെ തന്നെ ഗ്രോ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു മീഡിയ, ഒരു കൾച്ചർ, അതാണ് പ്യുവർ കൾച്ചർ. ആ ഒരു കൾച്ചറിൽ എന്തായിരിക്കും, ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ഓർഗാനിസം മാത്രമേ കാണുള്ളൂ. മനസ്സിലായില്ലേ? അടുത്തത് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജനറ്റിക്സ് നമ്മൾ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്താണത്? എല്ലാവർക്കും അറിയാം. DNA എന്ത് ചെയ്യുന്നു? റെപ്ലിക്കേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ആക്കി മാറ്റുന്നു, അല്ലെ? ദ പ്രൊഡക്ഷൻ ഓഫ് എ സ്ട്രാൻഡ് ഓഫ് DNA ഫ്രം ദ ഒറിജിനൽ. അത്രേ ഉള്ളൂ. അടുത്തത് സ്റ്റെറിലൈസേഷൻ. അതൊരു എന്ത് പ്രോസസ്സാണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് സ്റ്റെറൈൽ, അതായത് ഫ്രീ ഓഫ് ലിവിങ് ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിനെ ഇല്ലാതെ ആക്കുക, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെറൈൽ ആക്കുക, കില്ല് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഫോംസ് ഓഫ് ലൈഫിനെയും കില്ല് ചെയ്യുക. അതാണ് സ്റ്റെറിലൈസേഷൻ. നമ്മൾ ഡിസിൻഫെക്ഷൻ നേരത്തെ പറഞ്ഞു, അത് ഇൻആനിമേറ്റ് ആയിട്ടുള്ള സർഫസിലൊക്കെ. ഇനി സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഡിസിൻഫെക്ഷനിൽ കൂടുതലായിട്ട് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ ഗ്രോത്തിനെ. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കില്ലിംഗ് ആണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ കോംപ്ലിമെന്ററി സിംഗിൾ സ്റ്റാൻഡേർഡ് mRNA is synthesized from one of the DNA strand. നമ്മൾ നേരത്തെ പറഞ്ഞ DNA നിന്നും mRNA ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ, അല്ലേ? നമ്മൾ ജനറ്റിക്സിനകത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് ട്രാൻസ്ലേഷൻ. ഈ mRNA എന്താക്കി മാറ്റുന്നു? പ്രോട്ടീനാക്കി മാറ്റുന്നു, അല്ലെ? നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് വരുന്നതാണ് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അല്ലെ? ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ സിന്തസിസ്, അമിനോ ആസിഡ്സിൽ നിന്നും mRNA ആ കോഡ് അനുസരിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അടുത്ത എന്താണ് വാക്സിൻ, അല്ലെ? നമ്മൾ വാക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു, വാക്സിനേഷനെ കുറിച്ച്. ആ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ഓഫ് കിൽഡ് or attenuated microorganism or their components or their products. അപ്പം ചിലപ്പോൾ ടോക്സിൻസ് ആവാം ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പ്രിപ്പറേഷനാണ് വാക്സിൻ. A preparation of killed or attenuated microorganism or their components or their product that is used to induce active immunity against a disease. അടുത്ത ഒരു വേർഡാണ് എസെപ്സിസ്. എസെപ്സിസ് എന്ന് വെച്ചാൽ അതായത് ഒരു ഡിസീസ് കോസിങ് ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഇല്ല, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള റിമൂവൽ of the disease causing microorganism. It is a condition in which no living disease causing microorganism are present. അതിനാണ് aseptic condition അല്ലെങ്കിൽ asepsis എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട മൈക്രോബയോളജി ടേംസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു മൈക്രോബയോളജിയിലെ ചെറിയ ഒരു ബേസിക് നോളജ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.